ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम ज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपथकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखान्वितंश्च हे कृष्णा करुणा सिंधु दीनबंधो जगतपति गोपेश गोपिका कांद राधा कांद नमस्तुते तप्त कांचन गौरांगी राधे वृंदावनेश्वरी शबानु सुदे देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देश तारिणी। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्तवृंद। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। गुरुवे गौरचंद्राय राधिकाय तदाले कृष्णाय कृष्ण भक्ताय तद्भक्ताय नमः। हरे कृष्ण हरि ओम तत्सत। എല്ലാവർക്കും ഇന്നത്തെ ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. അപ്പം നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് ചാപ്റ്റർ 7 നാലാമത്തെ ശ്ലോകം നൽകാം. ഭൂമിരാപോ നലോ വായു കമ്മനോ ബുദ്ധിരേവ ച അഹങ്കാര ഇതി യമ്മേ ഭിന്ന പ്രകൃതിഷ്ടത. ഭൂമിരാപോ നലോ വായു കമ്മനോ ബുദ്ധിരേവ ച അഹങ്കാര ഇതി യമ്മേ ഭിന്ന പ്രകൃതിഷ്ടത. ശ്രീദേവ് മാതാജി. हरे कृष्ण। ओम नमो भगवते वासुदेवाय। भूमिरभो अनलो वायु कम्मनो बुद्धिरेव च अहंकार इति यम्मे भिन्न प्रकृतिर् अष्टधा। हरे कृष्ण। ओके, कृष्णप्रिया माताजी, सावित्री माताजी. हरे कृष्णा। नमो भगवते वासुदेवाय। भूमिरापो अनलो वायु खं मनो बुद्धिरेव च अहंकार इति यम्मे भिन्न प्रकृतिरस्तदा। हरे कृष्णा। हरि बोल. कृष्ण भगवते वासुदेवाय। भूमिरापो अनलो वायु कम्मनो बुद्धिरेव च अहंकार इति यम्मे भिन्न प्रकृतिरष्टधा। हरि बोल. विनोदिनी माताजी. हरे कृष्णा। ओम नमो भगवते वासुदेवाय। भूमिरापो अनलो वायु खं मनो बुद्धिरेव च अहंकार इति यम्मे भिन्ना प्रकृतिरष्टधा। स्वाति माताजी. भूमिरापो वायु खं मनो बुद्धिरेव च अहंकार इति यम्मे भिन्ना प्रकृतिरष्टधा. हरे. അതിന്റെ ട്രാൻസ്ലേഷൻ വിവർത്തനം കൂടി വായിച്ചോളൂ മാതാജി. വിവർത്തനം അരവിന്ദ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. എന്റെ ഭിന്നമായ ഭൗതിക പ്രകൃതി ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, മനസ്സ്, ബുദ്ധി, മിഥ്യാഹങ്കാരം എന്നിങ്ങനെ 8 അടങ്ങുന്നതാണ്. ഹരേ. ഹരിബോൾ. Earth, water, fire, air, ether, mind, intelligence, and false ego. Altogether, these 8 constitute my separated material energies. ഭഗവാന്റെ ഭിന്നമായിട്ടുള്ള എന്താണ് ശക്തികൾ, അതാണ് ഇവിടെ പറയുന്നത്. എനർജീസ്. ഇതെന്താണ്? ഇതെല്ലാം മെറ്റീരിയൽ എനർജീസ് ആണ്, ഭൗതിക തലത്തിൽ. ഇത് സ്പിരിച്വൽ അല്ല. പല ആൾക്കാർക്കും ഇത് തെറ്റിദ്ധാരണ. മനസ്സ് സ്പിരിച്വൽ ആണ്. മൈൻഡ് മെന്റൽ ലെവൽ അത് സ്പിരിച്വൽ അല്ല. മനസ്സും ബുദ്ധിയും ഫാൾസ് ഈഗോ, മിഥ്യാഹങ്കാരം, ഇതെല്ലാം മെറ്റീരിയലാണ്. ഇതെല്ലാം പ്യൂരിഫൈ ചെയ്താൽ മാത്രമാണ് നമ്മുടെ ചിത്ത് എന്നുള്ള ആ ഡൊമൈനിലേക്ക് പോകാൻ പറ്റും. ഇപ്പം നമ്മളെല്ലാം അചിത്ത്. എന്താണ് അചിത്ത് പറഞ്ഞാൽ? ടെമ്പററി, താൽക്കാലികമായിട്ടുള്ള, പെർമനന്റ് ആയിട്ട്. അപ്പൊ ഈ ലോകത്തിനെ
ഭൗതിക ലോകം അല്ലെങ്കിൽ അജിത് ലോകം എന്ന് പറയാം. ഇത് എറ്റേണൽ അല്ല, ടെമ്പററി ആണ്. ചിത്ത് എവിടെയാണ്? ആധ്യാത്മിക ലോകം. അപ്പൊ ഈ 5 എലിമെന്റ്സ്, എർത്ത്, വാട്ടർ, ഫയർ, എയർ, ഈഥർ, ഇത് 5 എന്താണ്? ആദ്യത്തെ 5 അത് ഗ്രോസ്, സ്ഥൂലമായിട്ടുള്ള പ്രകൃതിയാണ്, സ്ഥൂല പ്രകൃതി. മറ്റത് സൂക്ഷ്മ പ്രകൃതിയാണ്, മൈൻഡ്, ഇന്റലിജൻസ്, ഫോൾസ് ചെയ്തു. മനസ്സിനെ കാണാൻ പറ്റും നമുക്ക്? മനസ്സിനെ സ്പർശിക്കാൻ പറ്റുമോ? മനസ്സ് നമ്മളത് അനുഭവിക്കാൻ അറിയുള്ളൂ. ഒരാളുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്ന മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ആ ഫീലിങ്സ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. മനസ്സിനെ കാണാൻ പറ്റില്ല, ഇന്റലിജൻസിനെ കാണാൻ പറ്റില്ല, ഈഗോനെ കാണാൻ പറ്റില്ല. അതിന്റെ അർത്ഥം ഇതില്ല എന്നാണോ? അല്ല. അപ്പൊ ഇത് സൂക്ഷ്മമാണ്. ആദ്യത്തെ 5 സ്ഥൂലമാണ്. സോ ഗ്രോസ്, പിന്നെ സട്ടിൽ, ഇതെല്ലാം കൂടിയതാണ് ഭഗവാന്റെ സെപ്പറേറ്റഡ് മെറ്റീരിയൽ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ എത്ര 8 ഐറ്റംസ്. അപ്പൊ നമ്മളുടെ ശരീരം എന്തുകൊണ്ടുണ്ടാക്കിയതാണ്? സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം. സ്ഥൂല ശരീരം ആദ്യത്തെ 5 എലിമെന്റ്സ്, പഞ്ചധാതുക്കൾ അല്ലെ, പഞ്ചമഹാഭൂതങ്ങൾ. എന്താണ്? ഭൂമി, ആപോ, അനലോ, വായു, ഖം. എർത്ത്, വാട്ടർ, ഫയർ, എയർ, ഈഥർ. ഈ നമ്മൾ കാണുന്ന ശരീരം ഈ 5 എലിമെന്റ്സ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു. അതിന് ഉള്ളിൽ വേറൊരു ശരീരം കൂടിയുണ്ട്, അതിന് സൂക്ഷ്മ ശരീരം പറയുന്നു. ആ സൂക്ഷ്മ ശരീരം എന്തുകൊണ്ടാക്കിയിരിക്കുന്നത്? മൈൻഡ്, ഇന്റലിജൻസ് ആൻഡ് ഫോൾസ് ഈഗോ. മനസ്സ്, ബുദ്ധി, മിഥ്യാഹങ്കാരം. അപ്പോൾ ആ സൂക്ഷ്മ ശരീരം അതിൻ്റെ ഉള്ളിലാണ്, ഈ സ്ഥൂല ശരീരത്തിൻ്റെ ഉള്ളിലാണ്. അതിൻ്റെയും ഉള്ളിലാണ് ആത്മാവ്. അപ്പൊ ആത്മാവിനെ ആവരണം ചെയ്തിരിക്കുന്ന ആദ്യത്തെ ശരീരമാണ് സൂക്ഷ്മ ശരീരം. അതിനെ ആവരണം ചെയ്തിരിക്കുന്നതാണ് എന്ത്? സ്ഥൂല ശരീരം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു മെറ്റീരിയൽ കാണിച്ചപ്പോൾ നമ്മൾ ദേഹത്തിൽ ആദ്യം ഒരു ബനിയൻ ഇടുന്നു, ഒരു ക്രൂഡ് എക്സാമ്പിളാണ്. അത് സൂക്ഷ്മ ശരീരം. അതിൻ്റെ മീതെ അല്ലെങ്കിൽ ആദ്യം ഒരു ഷർട്ട് ഇടുന്നു, അതിൻ്റെ മീതെ ഒരു കോട്ട് ഇടുന്നു. അപ്പോൾ ആ ഷർട്ട് എന്താണ്? അത് സൂക്ഷ്മ ശരീരം. കോട്ട് എന്താണ്? സ്ഥൂല ശരീരം. 2 ഡ്രസ് ഉണ്ട് നമുക്ക്, 2 വസ്ത്രങ്ങളുണ്ട്. അതേപോലെ 2 ശരീരമുണ്ട് നമുക്ക് ആത്മാവിന്. ആത്മാവിന്റെ ആദ്യത്തെ ആവരണം സൂക്ഷ്മമാണ്, അത് കാണില്ല. അത് ഉള്ളിലാണ്. എങ്ങനെ ഷർട്ട് കാണുന്നില്ല പുറത്തേക്ക് കോട്ടിട്ട ശേഷം, അതേപോലെ അത് ഉള്ളിലാണ്. പിന്നെ അത് സട്ടിൽ നേച്ചറാണ്, നമുക്ക് കാണാൻ പറ്റില്ല, നമ്മളുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് കാണാൻ പറ്റില്ല. പക്ഷേ സ്ഥൂല ശരീരം നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഇതെല്ലാം കൂട്ടിയിട്ടുള്ളതാണ് എൻ്റെ സെപ്പറേറ്റഡ് മെറ്റീരിയൽ എനർജീസ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ആത്മാവ്, അതാണ് റിയൽ പേഴ്സൺ. റിയൽ ലിവിങ് എൻറ്റിറ്റി ആരാണ്? ആത്മാവാണ്. ആത്മാവിന് താൽക്കാലികമായിട്ടുള്ള 2 ശരീരം തന്നിട്ടുണ്ട്. ആധ്യാത്മിക ലോകത്തിൽ പോകുമ്പോൾ ഇതിൽ ഏത് ശരീരമാണ് വിടുക? നമ്മൾ ഇവിടുന്ന് ലിബറേഷൻ, മുക്തി കിട്ടിയിട്ട് ആധ്യാത്മിക ലോകത്തിൽ പോകുമ്പോൾ ഏത് ശരീരം വെടിഞ്ഞിട്ടാ പോവാ? സ്ഥൂല ശരീരം. സ്ഥൂല ശരീരം. സ്ഥൂല ശരീരം. അപ്പൊ സൂക്ഷ്മ ശരീരം കൊണ്ടുപോകാം നമ്മൾ അവിടേക്ക്? ഇല്ല, രണ്ടും ഓരോ സ്റ്റേജിനനുസരിച്ചിട്ട് സൂക്ഷ്മ ശരീരം പോവുള്ളൂ. അപ്പൊ 2 ശരീരം കൊണ്ടുപോയില്ല, പക്ഷെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും. എപ്പോഴാണ് നമ്മൾ സൂക്ഷ്മ ശരീരം കൊണ്ടുപോവാ? മറ്റൊരു ശരീരം എടുക്കേണ്ട അവസ്ഥ വരുമ്പോ ആത്മാവിലൂടെ ഈ സൂക്ഷ്മ ശരീരം കൂടി ഉണ്ടാവില്ലേ പ്രഭുജി? അല്ല, ദേഹം വിട്ട് വേറെ ദേഹത്തിൽ പോകുമ്പോ, അതെ, കൂട് വിട്ട് അതെ. ഈ ശരീരം വിട്ടിട്ട് നമുക്ക് വേറൊരു ശരീരം കിട്ടില്ലേ, ഭൗതിക ശരീരം. എപ്പോഴും എത്രത്തോളം കാലം നമ്മൾ ഈ ഭൗതിക ലോകത്തിലുണ്ടോ അത്രത്തോളം കാലം നമുക്ക് 2 ശരീരം ഉണ്ടാവും. ആദ്യത്തെ ശരീരം, സ്ഥൂല ശരീരം നശിക്കും, ഈ ശരീരം നശിക്കും, സ്ഥൂല ശരീരം. പക്ഷെ സൂക്ഷ്മ ശരീരം നശിക്കില്ല. അത് എങ്ങനെ വായു സുഗന്ധത്തിനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത്
അതേപോലെ ഈ സൂക്ഷ്മ ശരീരം ആത്മാവിനെ ഒരു ദേഹത്തു നിന്ന് ഒരു സ്ഥൂല ശരീരത്തിൽ നിന്ന് വേറെ സ്ഥൂല ശരീരത്തിലേക്ക് നടും. ഒരു ചെടി പറിച്ചിട്ട് വേറെ സ്ഥലത്ത് കൊണ്ടേ കുറെ ഒരു ചെടി മുകളിൽ ചെടി ഉണ്ടാവും, അതിൽ കുറെ ചെറിയ ചെറിയ ചെടികളൊക്കെ വളരും. ആ ചെടി വളർത്തിട്ട് ഒരു സ്ഥലത്തേക്ക് പറിച്ചു മാറ്റി വയ്ക്കുന്ന പോലെ നമ്മളുടെ ഈ ആത്മാവിനെ സൂക്ഷ്മ ശരീരം ഈ ദേഹത്തിൽ നിന്ന് വേറൊരു സ്ഥൂല ശരീരത്തിലേക്ക് ഉണ്ട്. അപ്പോ സൂക്ഷ്മ ശരീരത്തിന് വ്യത്യാസം വരുന്നില്ല, അത് മാറുന്നില്ല. അതിലാണ് നമ്മളുടെ എല്ലാ ചിന്തകളും നമ്മളുടെ ഫ്യൂച്ചർ പ്ലാൻസും പഴയ സംസ്കാരങ്ങളും ആഗ്രഹങ്ങളും എല്ലാം അതിലാണ് ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് അതിൻ്റെ വെയർ ഹൗസ്, അതിൻ്റെ സ്റ്റോർ ഹൗസ് ആണ്. നമ്മൾ ഈ ജന്മത്തിൽ എന്തെല്ലാം ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഇംപ്രഷൻസ്, അതിൻ്റെ റിയാക്ഷൻസ്, ഫ്യൂച്ചർ പ്ലാൻസ്, നമ്മുടെ ആഗ്രഹങ്ങൾ, ഓക്കെ, ഇതെല്ലാം കൂടി ഉള്ള ഒരു സ്റ്റോർ ഹൗസ് ആണ് സൂക്ഷ്മ ശരീരം. അത് സ്പെസിഫിക്കലി അത് മൈൻഡ്. അപ്പോൾ ആ മനസ്സിൽ ഈ ഇംപ്രഷൻസ്, നമ്മൾ ചെയ്തതിൻ്റെ എല്ലാ ഇംപ്രഷൻസും വാസനകളും സംസ്കാരങ്ങളും ഫ്യൂച്ചർ പ്ലാൻസും എല്ലാം കൂടിയിട്ട് ഈ സൂക്ഷ്മ ശരീരത്തിലുണ്ട്. അപ്പോൾ ഈ സോള്, ആത്മാവ് ഒറ്റയ്ക്കല്ല പോകുന്നത്. ആത്മാവ് അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഭൗതിക തലത്തിലുള്ള എല്ലാ ആഗ്രഹങ്ങളും, അതുവരെ ചെയ്തിട്ടുള്ള ആ ജന്മത്തിൽ ചെയ്തിട്ടുള്ള എല്ലാ കർമ്മത്തിന്റെ ഫലങ്ങളും, അത് വിത്ത് ഫോമിലായിരിക്കാം, അല്ലേ? ഒക്കെ വിത്ത് ഫോമിലാണ്, ബീജ. പിന്നെ വേറൊരു ശരീരം എടുക്കുമ്പോൾ ആ ആഗ്രഹങ്ങൾ സർഫേസ് ചെയ്യുമ്പോൾ അത് റെക്ടിഫൈ ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് സൂക്ഷ്മ ശരീരം വേറൊരു സ്ഥൂല ശരീരത്തിലേക്ക് പോകുന്നത്, വേറൊരു അമ്മയുടെ ഉദരത്തിലേക്ക്. അത് അതിൻ്റെ പ്രൊസീജിയേഴ്സ് ഹ്യൂമൻ ബർത്ത് ആണെങ്കിൽ വേറെയാണ്, അനിമൽസ് ആണെങ്കിൽ വേറെയാണ്. അതൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ആ പ്രോസസ്സിലൂടെ ആ ആത്മാവ് ആ ശരീരത്തിൽ എത്തിപ്പെടും. വിത്തുകളായിട്ടോ, എന്താ പറയുക, മുട്ടകളിൽ കൂടെ അല്ലെങ്കിൽ ഭ്രൂണത്തിലൂടെ, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പ്രോസസ്സ് ഉണ്ട്. ഹ്യൂമൻ ബീയിങ്സിന് ഒന്ന്, അനിമൽസിൽ വേറൊന്ന്, അതേപോലെ വൃക്ഷങ്ങൾക്ക് വേറൊന്ന്, പക്ഷികൾക്ക് വേറൊന്ന്. ഇപ്പം 4 തരത്തിലാണ് ഈ പ്രോക്രിയേഷൻ നടക്കുന്നത്. 4 തരത്തിലാണ് നമുക്ക് ജന്മം കിട്ടുന്നത്. എന്തൊക്കെയാണ് 4 തരത്തിൽ അറിയോ ആർക്കെങ്കിലും? ഒന്ന് ഉദാഹരണം ഞാൻ പറയാം. നമ്മൾ ജനിക്കുന്നത് ഗർഭപാത്രത്തിലൂടെ, അല്ലേ? മനുഷ്യരും മിക്ക മൃഗങ്ങളും അങ്ങനെയാണ്. നമ്മൾ വേറെ എന്തെല്ലാം തരത്തിൽ ജന്മം കിട്ടുന്നുണ്ട്? അണ്ടത്തിലൂടെ ഉണ്ട് അല്ലെ പ്രഭുജി? മുട്ട വിരിഞ്ഞ്, അപ്പം മുട്ടയിലൂടെ എഗ്സ്, ഓക്കെ. ഒന്ന് ഭ്രൂണത്തിലൂടെ, ഓക്കെ. പിന്നെ എന്താണ്? മുട്ട. പിന്നെ വേറെ വിത്തുകളോട് വരുന്നില്ലേ? സീഡ്സ്. വൃക്ഷങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാവുന്നത്? മെയിനായിട്ട് വിത്ത്, അല്ലേ? ആ വിത്തുകളിൽ കൂടെയാണ്. ചിലതൊക്കെ നമ്മൾ കൊമ്പ് വെട്ടി വെച്ചാലും ഉണ്ടാവും, അത് വേറെ കാര്യം. പക്ഷെ അത് അതിൻ്റെ ഒറിജിൻ സോഴ്സ് എന്താണ്? വിത്താണ്. കൊമ്പ് വെട്ടിയാലും അത് ചില മരങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ അതിൻ്റെ ഒറിജിനൽ സോഴ്സ് എന്താണ്? വിത്ത് കൂടെ ഉണ്ടാകുന്നു. അത് വീണ്ടും വിത്ത് തരും, അല്ലേ? അത് വീണ്ടും അങ്ങനെ. അപ്പോൾ നമ്മുടെ മനുഷ്യരും മൃഗങ്ങളൊക്കെ ഗർഭത്തിലൂടെ, ഓക്കെ, വൂമ്പിലൂടെ, പിന്നെ എഗ്സിലൂടെ, പക്ഷികളുടെ കാര്യങ്ങളൊക്കെ, പിന്നെ വിത്തുകളിലൂടെ, പിന്നെ ഒന്നുകൂടി ഉണ്ട് പ്രധാനപ്പെട്ട. ഈ കൂൺ വിത്തിലൂടെയാണോ പ്രഭുജി? കൂൺ അല്ല. മഷ്റൂം അല്ല. അതൊരു പ്രോസസ്സാണ് അല്ലേ പ്രഭുജി? അത് ഇതല്ല, വിത്തും അല്ല. എന്താണത്? പെർസ്പിരേഷൻ, വിയർപ്പിലൂടെ. ശീതകാലത്ത്, മഴക്കാലത്ത് പല പ്ലാന്റ്സും പല ഇതൊക്കെ വരുന്നുണ്ട്. പല ബാക്ടീരിയസും വിയർപ്പിലൂടെയൊക്കെ വരും. നമ്മളുടെ വിയർപ്പിലൂടെ നമുക്ക് അറിയുന്നില്ല, കാണുന്നില്ല. നമ്മുടെ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാലേ അറിയുള്ളൂ. ഇപ്പൊ വിയർപ്പിലൂടെ വരുന്നുണ്ട് ചില ബാക്ടീരിയസ്, ചില മാതാജി പറഞ്ഞ പോലെ ചില പ്ലാന്റ്സ്,
വിയർപ്പിലൂടെ ഉം. ചതുപ്പ് നിലത്തൊക്കെ പെട്ടെന്ന് വരുന്ന കാണുന്നുണ്ടല്ലോ. വിത്തില്ലാണ്ട് ഉം. ഉണ്ട്, വിയർപ്പിലൂടെയും വരുന്നുണ്ട്. ഉവ്വ് ഉവ്വ് വരും. അപ്പൊ ഈ 4 തരത്തിലാണ് ഉൽപാദനം, ബൈ പ്രൊഡക്ട്സ് ഉണ്ടാകുന്നത്. മനുഷ്യർക്ക് ഗർഭപാത്രത്തിലൂടെയും, മനുഷ്യർക്കും പ്രധാനപ്പെട്ട മൃഗങ്ങൾക്കല്ല, മാമൽസ്. പിന്നെ എഗ്, മുട്ടകളിലൂടെ, വിത്തുകളിലൂടെ, പെർസ്പിറേഷനിലൂടെ. ഇങ്ങനെ 4 തരത്തിലാണ്. അപ്പൊ നമ്മളുടെ കർമ്മത്തിന്റെയും ആഗ്രഹങ്ങളുടെയും എല്ലാം അടിസ്ഥാനത്തിൽ നമുക്ക് വേറൊരു ശരീരം കിട്ടുന്നു. മനുഷ്യ ശരീരമാണെങ്കിൽ ഇങ്ങനെ, അല്ലേ? അതായത് ഫീമെയിൽ ആൻഡ് മെയിൽ യൂണിയൻ സംഭവിക്കുന്ന സമയത്ത് ആ ഗർഭപാത്രത്തിലേക്ക് സോൾ, ആത്മാവ് കിടക്കുന്നു. എന്നിട്ട് ഡിപ്പെൻഡിങ് അപ്പോൺ മൃഗമാണോ മനുഷ്യനാണോ 9 മാസമോ 4 മാസമോ 8 മാസമോ 10 മാസം എന്താണെന്ന് വെച്ചാൽ ഒരു കുട്ടി ജനിക്കുന്നു. അതേപോലെ പക്ഷികൾക്ക് മുട്ട ചിലപ്പോൾ 10 ദിവസം 15 ദിവസം മുട്ട വിരിയാൻ, ചിലപ്പോൾ 20 ദിവസം മുട്ട വിരിയാൻ, അല്ലേ? അതേപോലെ വിത്ത് ചിലത് 1 മാസം, ചിലപ്പോൾ 2 മാസം, ചിലപ്പോൾ 6 മാസം, ചിലപ്പോൾ ദിവസങ്ങളിൽ, വ്യത്യസ്തമായിട്ടുള്ള പ്രോസസ്സ്. അങ്ങനെ ഈ ഒരു കൂട് വിട്ട് വേറെ കൂട്ടിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ് നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ. എല്ലാ സമയത്തും ഭൗതിക ലോകത്ത് നമുക്ക് ഈ 2 ശരീരമുണ്ട്. സ്ഥൂല ശരീരമുണ്ട്, സൂക്ഷ്മ ശരീരമുണ്ട്. അപ്പൊ ഇതിൻ്റെ ഉള്ളിലുള്ള ആ ആത്മാവ്, അതിന് യാതൊരു വ്യത്യാസമില്ല. സോൾ, ആത്മാവിന് ഒരു വ്യത്യാസമില്ല. ഓക്കെ, അത് മൃഗങ്ങളുടെ ശരീരം ശരി, മനുഷ്യന്റെ ശരീരം ശരി, പക്ഷികളുടെ ശരീരത്തിനും ശരി, വൃക്ഷങ്ങളുടെ ശരീരം, ആത്മാവ് ഒന്നാണ്. ആത്മാവ് എന്താണ്? അത് ഭൗതികമാണോ? അല്ല, അത് സച്ചിദാനന്ദമാണ്. സച്ചിതൻ ആനന്ദ. അപ്പൊ അത് മൃഗത്തിലായാലും ശരി, മനുഷ്യനായാലും ശരി, വൃക്ഷങ്ങളിലായാലും ശരി, ആ ആത്മാവിന്റെ ക്വാളിറ്റീസ് ഒന്ന്. അത് സ്പിരിറ്റാണ്, സ്പിരിറ്റ് ഇൻ നേച്ചർ. സച്ചിത് ആനന്ദ. സത് പറഞ്ഞാൽ എറ്റേണൽ, ചിത് പറഞ്ഞാൽ ഫുൾ ഓഫ് നോളേജ്, ആനന്ദം പറഞ്ഞാൽ ഫുൾ ഓഫ് പീസ്. പക്ഷെ നിർഭാഗ്യവശാൽ അതിന് കിട്ടിയിരിക്കുന്ന ആവരണം എന്താണ്? സ്ഥൂലവും സൂക്ഷ്മമായിട്ടുള്ള ഭൗതിക ധാതുക്കളെ കൊണ്ടുണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ വലയത്തിന്റെ ഉള്ളിലിരുന്നിട്ട് ഈ ആത്മാവ് ശ്വാസം മുട്ടുകയാണ്. എന്തിനാ ശ്വാസം മുട്ടുന്നത്? കാരണം അതിൻ്റെ ആ ഒരു ആക്ച്വൽ നേച്ചറ് പ്രദർശിപ്പിക്കാൻ പറ്റുന്നില്ല. ആത്മാവിൻ്റെ ആ ശാശ്വതമായിട്ടുള്ള സ്പിരിച്വൽ നേച്ചർ പുറത്തു വരുന്നില്ല. അപ്പോൾ ആത്മാവ് തെറ്റിദ്ധരിക്കുകയാണ്, ഞാനും ഈ ശരീരമാകുന്നു എന്ന് തെറ്റിദ്ധരിക്കുകയാണ്. ഞാൻ ശരീരമാണ്. അപ്പൊ ഈ ശരീരത്തിനുള്ള ബന്ധുക്കള്, അമ്മ, അച്ഛൻ, മക്കള്, കൂട്ടുകാരന്മാര്, എൻ്റെ രാഷ്ട്രം, ഇതെല്ലാം എൻ്റെതാണ്. അപ്പോൾ അവിടെ എന്ത് വന്നു? ഐ, മീ ആൻഡ് മൈൻ. ഞാന്, എനിക്ക്, എൻ്റേത്. ആ ഒരു ഇത് വന്നു, അല്ലേ? അപ്പൊ നമ്മുടെ വീട്ടിൽ ഒരാള് അസുഖപ്പെട്ട് കിടക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും, വിഷമമുണ്ടായിരിക്കും. അടുത്ത വീട്ടിൽ ഒരാൾക്ക് അസുഖം വന്ന് നമുക്ക് വിഷം ഉണ്ടാവും. അത് അത്ര. ഇതേപോലെ പരിചയക്കാരാണെങ്കിൽ കുറച്ച് വിഷമിക്കും, കൂട്ടുകാരൻ. അപ്പൊ അടുത്ത നാട്ടില് ഒരാൾ മരിച്ചു, അല്ലെങ്കിൽ അടുത്ത രാജ്യത്തിൽ ഒരാൾ മരിച്ചു, നമുക്ക് വിഷമമുണ്ടാവും, ഇല്ല? കാരണം നമ്മളെ ഈ ബോഡിയുടെ എക്സ്റ്റൻഷനായിട്ട് നമ്മൾ കാണുന്നത് നമ്മുടെ ആൾക്കാരെ, അമ്മ, അച്ഛൻ, മക്കള്, സിബ്ലിങ്സ്, ഓക്കെ, വേണ്ടപ്പെട്ട കൂട്ടുകാരന്മാർ, അവർക്കൊക്കെ നമുക്ക് കൺസേൺ, അവർക്ക്. പക്ഷെ ഇതിൽ നിന്ന് ഉയരണം, ഇതിൽ നിന്ന് ഉയരണം. പ്രഭുപാദ് അതിൽ നിന്ന് ഉയർന്നിട്ടാണ് തൻ്റെ ഒരു ഫാമിലിയെ വിട്ടിട്ട് അവിടെ അമേരിക്കയിൽ പോയിട്ട് കുറേ ഫാമിലീസ് തൻ്റെ ഫാമിലീസ് ആക്കി. ഒരു 4 അംഗങ്ങളുള്ള ഒരു ഫാമിലി, അത് ഞാൻ, എനിക്ക്, എൻ്റേതെന്നുള്ള എഴുതലായി. പക്ഷെ ഈ കൺസെപ്ഷൻ നിന്ന് ഉയരുമ്പോൾ എന്തായി? എല്ലാം നമ്മുടെ ഫാമിലിയാണ്. ചിലപ്പോൾ ശത്രുക്കളായിരിക്കാം, മിത്രങ്ങളായിരിക്കാം, ബന്ധുക്കളായിരിക്കാം, ബോഡ്ലി റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കാം. പക്ഷെ ഇതെല്ലാം താൽക്കാലികമാണ്. ഇതെല്ലാം ഭഗവാന്റെ അംശങ്ങളാണ്. നമ്മളെല്ലാം ഭഗവാന്റെ മക്കളാണ്. എല്ലാവരെയും ഒരേപോലെ കാണണം എന്നുള്ള തലത്തിലേക്ക് വളരുമ്പോഴാണ് ശരിക്ക് ഒരു വ്യക്തി ഭക്തനാവുന്നത്. അതാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നത്, വിദ്യാ വിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി സുനി ചൈവസ്വപാക്കേച്ച പണ്ഡിത സമദർശന. സമദർശിയായിരിക്കണം. ഒരു ഹൈക്കോടതി ജഡ്ജ് ഒരു വിധി പ്രഖ്യാപിക്കുമ്പോൾ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് ആരാണ് നോക്കിയിട്ടാണോ? അവിടെ ഇരിക്കണേ ആരാണെങ്കിലും ശരി, തൻ്റെ വീട്ടിലത്തെ ആളാണെങ്കിലും ശരി,
അടുത്ത വീട്ടിലത്തെ ആളാണെങ്കിൽ ശരി, അടുത്ത രാജ്യത്തെ ആളാണെങ്കിൽ ശരി, ഏത് നാട്ടിലത്തെ ആൾക്കാരാണെങ്കിൽ ശരി, സ്വന്തം മകനായിക്കോട്ടെ, പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന സമയത്ത് അവിടെ ആ ബോഡ്ലി റിലേഷൻ നോക്കിയിട്ടല്ല വിധി പ്രഖ്യാപിക്കുന്നത്. അങ്ങനെ പ്രഖ്യാപിക്കാൻ പാടില്ല, അല്ലേ? അങ്ങനെ പ്രഖ്യാപിച്ചാൽ എന്തായി? അത് പാർഷ്യാലിറ്റി ആയി. ഓ, എൻ്റെ മകനാണ് പ്രതിക്കൂട്ടിൽ, അതുകൊണ്ട് എനിക്ക് അവന് ശിക്ഷ കൊടുക്കാൻ പറ്റില്ല, പറയാൻ പറ്റുമോ? ന്യായാധിപന് പറ്റില്ല. തൻ്റെ മകൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ശിക്ഷ അറിയുന്നുണ്ടെങ്കിൽ അത് കൊടുത്തേ പറ്റൂ. തൻ്റെ മകനാണ്, അല്ലെങ്കിൽ തൻ്റെ സഹോദരനാണ്, അല്ലെങ്കിൽ അച്ഛനാണ്, അമ്മയാണ്, സഹോദരിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്കൊരു നിയമം, ഇവർക്ക് വേറെ നിയമമില്ല. അത് തന്നെയാണ് ഭഗവാൻ അർജുനോട് പറയുന്നത്. അർജുന, അവിടെ ഓപ്പോസിറ്റ് സൈഡിൽ, എതിർവശത്ത് തൻ്റെ ഗുരുജനങ്ങളാണ്, തൻ്റെ ബന്ധുക്കളാണ്, തൻ്റെ മിത്രങ്ങളാണ്. ഇതിൽ നിന്ന് ഉയരണം. അവിടെ മിത്രങ്ങള്, ശത്രുക്കള്, ബന്ധുക്കളെ ഒന്നുമില്ല. ധർമ്മം പാലിക്കുന്നവൻ അധർമ്മം പാലിക്കുന്നു, അത്രേ ഉള്ളൂ. അത് ആരായാലും ശരി, അധർമ്മം ആരാണോ ചെയ്യുന്നത് അവർക്ക് വിപരീതമായിട്ട്, അവർക്ക് എഗൻസ്റ്റ് ആയിട്ട് ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് യുദ്ധം ചെയ്യുക. അവിടെ തൻ്റെ ഗുരുജനങ്ങളോ അല്ലെങ്കിൽ ബന്ധുമിത്രങ്ങളോ ഒന്നുമില്ല. എങ്ങനെ ഒരു ന്യായാധിപൻ ഇവിടെ കോടതിയിലെ വിധി പ്രഖ്യാപിക്കുമ്പോൾ തൻ്റെ ബന്ധുക്കളാണോ മിത്രങ്ങളാണോ വേറെ ആൾക്കാരോ ഒന്നും നോക്കാതെ വിധി വേണ്ട പ്രകാരം പ്രഖ്യാപിക്കുന്ന, അതേപോലെ നമ്മളും എല്ലാവരെയും സമഭാവനയിലൂടെ കാണാൻ ശ്രമിക്കണം. അത് മൃഗങ്ങളായാലും ശരി, മനുഷ്യരായാലും ശരി, വൃക്ഷങ്ങളായാലും ശരി, എല്ലാം ഭഗവാന്റെ അംശമാണ്, സ്പിരിറ്റാണ്. ആ ശരീരം മാത്രം അവരുടെ ആ ഒരു പ്രവൃത്തി അനുസരിച്ചിട്ട്, ആക്ടിവിറ്റീസ് അനുസരിച്ച്, കർമ്മം അനുസരിച്ചിട്ട് വ്യത്യസ്തമായിട്ട് കിട്ടി. അതുകൊണ്ട് ഒരാളെയും നമുക്ക് നശിപ്പിക്കാനുള്ള അധികാരമില്ല. എല്ലാം ഭഗവാന്റെ ശക്തിയാണ്, ഭഗവാന്റെ മക്കളാണ്. വ്യത്യസ്ത ശരീരങ്ങളിൽ ഇവിടെ പ്രത്യക്ഷപ്പെട്ടുന്നുണ്ട്, അവരുടെ കർമ്മത്തിന്റെയും ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ. പിന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല, നമ്മൾ ഒരാളും സൃഷ്ടിച്ചിട്ടില്ല. അപ്പോൾ അവരുടെ ജീവനെ അപഹരിക്കാനുള്ള ആ ഒരു റൈറ്റ്, അവകാശം നമുക്കില്ല. അപ്പോൾ ഇവിടെ നമ്മളുടെ ഈ 8 സെപ്പറേറ്റഡ് എനർജി, ഭഗവാന്റെ സെപ്പറേറ്റഡ് എനർജിയെ പറ്റി പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ ഇതെല്ലാം ഉണ്ട്. 5 ഉണ്ട്, 3 ഉണ്ട്, 2 ശരീരമായിട്ട്. അതിൻ്റെ ഉള്ളിലുള്ള ശരിക്കുള്ള സ്പിരിറ്റാണ് റിയൽ സെൽഫ്. അതാണ് എൻറ്റിറ്റി, ലിവിങ് എൻറ്റിറ്റി. അതാണ് ഐഡന്റിറ്റി നമ്മുടെ. അതിലേക്ക്, ആ ഒരു തത്വത്തിലേക്ക് നമ്മൾ ഉയർന്നാൽ നമുക്ക് എല്ലാവരെയും ഒരുപോലെ കാണാൻ പറ്റും. അപ്പോൾ അർജുനനെ സാധാരണ ഒരു അവബോധത്തിൽ നിന്ന്, സാമാന്യമായിട്ടുള്ള ഒരു അവബോധത്തിൽ നിന്ന് കൃഷ്ണ കോൺഷ്യസ് അവബോധത്തിലേക്ക് ഉയർത്തുകയാണ് ചെയ്യുന്നത്. കൃഷ്ണാവബോധത്തിലേക്ക് ഉയർത്തുകയാണ് ഭഗവാൻ ചെയ്യുന്നത്. ശാരീരിക അവബോധത്തിൽ നിന്ന് കൃഷ്ണാവബോധത്തിലേക്ക് ഉയർത്തുക. അപ്പോൾ എല്ലാവരെയും ഒരേപോലെ കാണാൻ പറ്റും. അപ്പോൾ അവിടെ പ്രശ്നമില്ല. അവിടെ എന്താണ്? തൻ്റെ ആ ക്ഷത്രിയൻ എന്നുള്ള ആ ഒരു ഡ്യൂട്ടി, തൻ്റെ കർത്തവ്യം നിർവഹിക്കുക, അത്രേ ഉള്ളൂ. ഇവിടെ ശാരീരികമായിട്ടുള്ള ആ ഒരു ബന്ധം നോക്കിയിട്ടല്ല. ധർമ്മം എവിടെ, അവിടെ കൂട്ടു നിൽക്കുക. അധർമ്മം എവിടെ, അതിന് വിപരീതമായിട്ട്. അപ്പൊ ഇതുകൊണ്ടാണ് ഈ ഒരു തത്വത്തിനെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ആരെ? ഭഗവാൻ കൃഷ്ണ അർജുനോട്. അപ്പൊ അങ്ങനെ പതുക്കെ പതുക്കെ അർജുനന് വേണ്ടുന്ന ആ ഒരു സ്പിരിച്വൽ നോളജ് കൊടുത്താൽ അർജുൻ തീർച്ചയായിട്ടും ആ ബോഡ്ലി കോൺഷ്യസ്നസ് ലെവലിൽ നിന്ന്, ശാരീരിക അവബോധത്തിൽ നിന്ന് കൃഷ്ണാവബോധത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് പ്രശ്നമില്ല. അപ്പോൾ അവിടെ ഭീഷ്മാചാര്യരോ ദ്രോണാചാര്യരോ കൃപാചാര്യരോ ആരിൽ തന്നെ ആയിക്കോട്ടെ, അവിടെ അത് നോക്കിയിട്ടല്ല യുദ്ധം ചെയ്യുന്നത്. ധർമ്മത്തിന്റെ കൂടെയാണ് നമ്മൾ നിൽക്കേണ്ടത്, അധർമ്മത്തിന്റെ വിപരീതമായിട്ട് യുദ്ധം ചെയ്യണം. അപ്പൊ ഓപ്പോസിറ്റ് സൈഡിൽ, എതിർവശത്ത് ആര് തന്നെയാണ് ശരി, എൻ്റെ ധർമ്മം എന്താണ്? ഭഗവാനെ പ്രീതിപ്പെടുത്തുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ മുഖം നോക്കാതെ നമ്മുടെ അധർമ്മം ഫോളോ ചെയ്യുന്ന ആൾക്കാരെ നശിപ്പിക്കണം. ഈ തത്വമാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. The science of God analyzes the constitutional position of God and his diverse energy. ഭഗവാന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ, അതേപോലെ അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ശക്തികളെ പറ്റിയാണ് സയൻസ് ഓഫ് ഗോഡ്. അതിനെ വിശകലനം ചെയ്ത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. മെറ്റീരിയൽ നേച്ചർ ഈസ് കോൾഡ് പ്രകൃതി.
Okay, Prakriti, material nature. He Bhauti Lavata, Prakriti one, or the energy of the Lord. In his different Purusha incarnation, expansion, as described in the Narada Pancharatra, one of the Satvada Tandras. എന്താണ് നാരദ പഞ്ചരത്തിൽ പറഞ്ഞിരിക്കുന്നത്? വിഷ്ണുസ്തു ത്രീണി രൂപാണി പുരുഷാസാഖ്യാനി അഥോ വിദു ഏകം തു മഹദാശ സൃഷ്ടേർ ദ്വിതീയം അണ്ഡസംസ്ഥിതം തൃതീയം സർവഭൂതസ്ഥം താനി ജ്ഞാത്വാ വിമുച്യതേ. അപ്പോൾ ഫോർ മെറ്റീരിയൽ ക്രിയേഷൻ ലോർഡ് കൃഷ്ണസ് പ്ലനറി എക്സ്പാൻഷൻ അസ്യൂംസ് ത്രീ വിഷ്ണുസ്. അപ്പൊ ഈ ഭൗതിക ലോകത്തിന്റെ ക്രിയേഷന് വേണ്ടി, സൃഷ്ടിക്ക് വേണ്ടിയിട്ട് ഭഗവാൻ കൃഷ്ണന്റെ പ്ലനറി എക്സ്പാൻഷൻ, അതായത് പ്ലനറി എക്സ്പാൻഷൻ ഫുൾ എക്സ്പാൻഷൻ, ഫുൾ ശക്തിയുണ്ട്. കൃഷ്ണൻ എന്തെല്ലാം ശക്തിയുണ്ട് അതൊക്കെ ഈ എക്സ്പാൻഷനുണ്ട്. പക്ഷെ അത് എല്ലാ സമയത്തും പ്രദർശിപ്പിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആവശ്യമുള്ള ശക്തി മാത്രമേ പ്രദർശിപ്പിക്കുള്ളൂ. അപ്പോൾ മെറ്റീരിയൽ ക്രിയേഷന് വേണ്ടിയിട്ട് ഭഗവാന്റെ പ്ലനറി എക്സ്പാൻഷൻ 3 ഫോംസ്, ഓക്കെ, 3 വിഷ്ണുവായിട്ട് മാറുകയാണ്. 3 വിഷ്ണുസ്. ദ ഫസ്റ്റ് വൺ മഹാവിഷ്ണു. അതൊക്കെ നമ്മൾ കേട്ടതും പഠിച്ചതാണ് ഒരുപാട് തവണ, ജസ്റ്റ് റിപ്പീറ്റ് ചെയ്യുന്നത് മാത്രം. അപ്പോൾ ഫസ്റ്റ് മഹാവിഷ്ണു. അപ്പോൾ ടോട്ടൽ മെറ്റീരിയൽ എനർജി മഹത്തത്വനെ ഉണ്ടാക്കുന്നു. മഹത്തത്വയുടെ ആദ്യത്തെ ഒരു എന്താണ് സ്റ്റേറ്റ് ഓഫ് എക്സിസ്റ്റൻസ് ആണ് പ്രധാൻ. പ്രധാനത്തില് ഭഗവാൻ തൻ്റെ എനർജി സമയത്തെയും അതേപോലെ തന്നെ സമയത്തെ കാലം അയാൾ പ്രവേശിപ്പിക്കുമ്പോൾ, അതേപോലെ ഗ്ലാൻസ് കൊണ്ട് ജീവാത്മാക്കളെ പ്രവേശിക്കുന്നു. അപ്പോൾ സമയത്തെയും എല്ലാം കൂടി അത് പ്രവേശിക്കുമ്പോൾ അത് എജിറ്റേറ്റ് ആയിട്ട് അത് മാനിഫെസ്റ്റഡ് സ്റ്റേറ്റിലേക്ക് വരുന്നു. ആദ്യം അൺമാനിഫെസ്റ്റഡ് സ്റ്റേജ്, അതാണ് മഹത്വത്തെ വരുന്നത്. ഓക്കെ, ആദ്യം പ്രധാൻ ഒരു സീഡ് ഫോമിലാണ്. അത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ആലിൻ്റെ വിത്ത് നമ്മൾ എല്ലാവർക്കും കണ്ടിട്ടുണ്ടാവും അല്ലേ? ചെറിയൊരു വിത്താണ്. അതിൻ്റെ ഉള്ളിൽ ഒരു വലിയൊരു ആൽമരത്തിൻ്റെ പൊട്ടൻസി ഉണ്ട്. നമുക്ക് കാണുന്നുണ്ടോ? അപ്പം കാണുമോ? ഒരു ചെറിയ വിത്തിൽ ഒരു കടുകുമണിയുടെ അത്ര ഇതുള്ളൂ. അതിൻ്റെ ഉള്ളിൽ ഇത്രയും ജൈജാൻറ്റിക് ആയിട്ടുള്ള ഒരു ആൽമരം അതിൻ്റെ ഉള്ളിലുണ്ട്. ആൽമരം നമുക്ക് കാണുന്നുണ്ടോ? ഇറ്റ്സ് എ മാറ്റർ ഓഫ് ടൈം. അപ്പോൾ അത് അൺമാനിഫെസ്റ്റഡ് സ്റ്റേജിലാണ്. അൺമാനിഫെസ്റ്റഡ് എന്ന് പറഞ്ഞാൽ അപ്രത്യക്ഷമായിട്ടുള്ള, അതായത് അപ്രകടമായിട്ടുള്ള ഒരു സ്റ്റേജിലാണ് ആ വിത്ത്. പക്ഷെ അതിൽ ഇത്രയും വലിയ ആൽമരത്തിൻ്റെ പൊട്ടൻഷ്യൽ കിടക്കുന്നു. അതേപോലെ പ്രധാൻ അങ്ങനെയുണ്ട്. പ്രധാൻ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രധാൻ? പ്രധാനിലേക്കാണ് ഈ മഹാവിഷ്ണു എക്സൈൽ ചെയ്യുന്ന സമയത്ത്, ശ്വാസം വിടുന്ന സമയത്ത് തൻ്റെ രോമകൂപങ്ങളിൽ നിന്ന് മില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് യൂണിവേഴ്സസ് വരുന്നത്. അത് സീഡ് ഫോമിലാണ്. ആ സീഡിലെ ആ യൂണിവേഴ്സസിനെ പ്രധാൻ. അപ്പോൾ അതിലേക്ക് തൻ്റെ സൃഷ്ടി പതിപ്പിക്കുമ്പോൾ, കാലം പ്രവേശിപ്പിക്കുമ്പോൾ, കാലം ടൈം ഫാക്ടർ, അതിന് എജിറ്റേറ്റ് ആകുമ്പോൾ ഈ അതിന് പ്രത്യക്ഷമാവുന്നു. അപ്പോൾ ഈ മഹത്തത്വം പറഞ്ഞാൽ ടോട്ടൽ മെറ്റീരിയൽ ഇൻഗ്രീഡിയൻസ് 24 തത്വങ്ങൾ, അത് പ്രത്യക്ഷമാകുമ്പോഴാണ് ക്രിയേഷൻ അവിടെ നിന്നാണ് നടക്കുന്നത്. പിന്നെ മഹത്വത്തിൽ നിന്ന് ആദ്യം വരുന്നത് ഫാൾസ് ഈഗോണ്. ഈ ഫാൾസ് ഈഗോ തമോ ഗുണത്തിലാണ്. ആ തമോ ഗുണത്തിലുള്ള ഫാൾസ് ഈഗോ വീണ്ടും സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം എന്നുള്ള ഇതില്. പിന്നെ അതിൽ നിന്ന് ഡെമിഗോഡ്സ് വരുന്നു, മനസ്സ് വരുന്നു, ഇന്റലിജൻസ് വരുന്നു, പിന്നെ അതേപോലെ ഇന്ദ്രിയങ്ങൾ വരുന്നു. ഇതൊക്കെ അങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് പോകുന്നു. അപ്പൊ ആദ്യം വരുന്നത് വിഷ്ണു യൂണിവേഴ്സസ് ക്രിയേറ്റ് ചെയ്യുന്നു. പിന്നെ ഓരോ യൂണിവേഴ്സിലും ആ വിഷ്ണുവിന്റെ എക്സ്പാൻഷൻ ആയിട്ടുള്ള ഗർഭോസായ വിഷ്ണു എൻ്റർ ചെയ്യുന്നു അല്ലേ? ആ യൂണിവേഴ്സിൽ ഒരുപാട് ലിവിങ് എൻറ്റിറ്റീസ് ഉണ്ട്, ഒരുപാട് ആറ്റംസ് ഉണ്ട്. അതിലെല്ലാം ആ വിഷ്ണുവിന്റെ എക്സ്പാൻഷൻ ആയിട്ടുള്ള ക്ഷീരോസായ വിഷ്ണു എൻ്റർ ചെയ്യുന്നു. അങ്ങനെയാണ് ഈ 3 വിഷ്ണുവിന്റെ ഓരോ പോർട്ട്ഫോളിയോ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫ്രം മെറ്റീരിയൽ ക്രിയേഷൻ ലോർഡ് കൃഷ്ണസ് പ്ലനറി എക്സ്പാൻഷൻ assumes 3 Vishnus. The first one, Mahavishnu, creates the total material energy known as Mahatmata. അപ്പോൾ സമ്പൂർണമായിട്ടുള്ള ഭൗതിക ശക്തികളെയാണ് മഹത്വത. 24 പ്രധാനപ്പെട്ട 24 എലിമെന്റ്സ്. So the second, Garbhosaya Vishnu enters into all the universes to create diversities in each of them. So further expands ചെയ്തിട്ട്
ഓരോ യൂണിവേഴ്സിലും തൻ്റെ കാര്യങ്ങൾ അവർ നിർവഹിക്കുന്നു. The third Shirasai Vishnu is diffused as all-pervading super soul in all the universes and is known as Paramatma. Okay. അപ്പൊ പരമാത്മ എത്ര വിധത്തിലെ പരമാത്മാവുണ്ട്? എത്ര പരമാത്മാവുണ്ട്? എത്ര കാറ്റഗറീസ് ഓഫ് പരമാത്മ? ചോദ്യം മനസ്സിലായില്ല നമുക്ക്? ഓക്കെ. നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഇരിക്കുന്ന ഒരു പരമാത്മാവുണ്ട്, ഓരോ ലിവിങ് എൻറ്റിറ്റീസും. ഓക്കെ, അത് ആരുടെ എക്സ്പാൻഷനാണ്? ക്ഷീരോദകശായി വിഷ്ണു. ഓക്കെ, ഓരോ യൂണിവേഴ്സിനും ഒരു പരമാത്മാവുണ്ട്, അതാരാണ് ഗർഭോസായ വിഷ്ണു. എല്ലാ യൂണിവേഴ്സിനും ഒരു പരമാത്മ, അത് മഹാവിഷ്ണു. അപ്പൊ എത്ര പരമാത്മായി? 3 പരമാത്മ അല്ലെ. മഹാവിഷ്ണു എല്ലാ ബ്രഹ്മാണ്ടങ്ങളുടെയും പരമാത്മാവാണ്. ഗർഭസായ വിഷ്ണു ഒരു പർട്ടിക്കുലർ യൂണിവേഴ്സിന്റെ പരമാത്മാവാണ്. ക്ഷീരസായ വിഷ്ണു ഓരോ ആത്മാവിന്റെയും പരമാത്മാവാണ്. എല്ലാവരും ഹൃദയത്തിൽ കൂടി കൊള്ളുന്നില്ലേ? അപ്പൊ അതാണ് പറയുന്നത്, തേർഡ് ക്ഷീരസായ വിഷ്ണു is diffused as the all-pervading super soul in all the universes and is known as Paramatma. He is present even within the atoms. ഓരോ അണുക്കളിലും ഉണ്ട്. Anyone who knows these 3 Vishnus can be liberated from it. അപ്പൊ ഈ വിഷ്ണു തത്വം മനസ്സിലാക്കുന്ന ആൾക്കാരും അവരുടെ ആ ഒരു ആക്ടിവിറ്റീസ് പറയുന്നില്ല, ഭഗവാൻ തന്നെ പറയുന്നത്, ജന്മകർമ്മച്ച മേ ദേവ്യം ഏവം യോ വേത്തി തത്വതഃ തെക്വാദേഹം പുനർജന്മ നൈതി മാമേതി തർജനം. ഭഗവാന്റെ അവതാരം, അതേപോലെ ഭഗവാന്റെ ക്രിയകളും കർമ്മങ്ങളും ഇത് മനസ്സിലാക്കുന്ന ഒരു വ്യക്തി, തത്വത്തിൽ മനസ്സിലാക്കുന്ന വ്യക്തി പുനർജന്മം എടുക്കില്ല എന്ന് പറയുന്നുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഈ വിഷ്ണു 3 വിഷ്ണുമാരുടെയും ആക്ടിവിറ്റീസ്, അവരുടെ ലീലകളും ഇതെല്ലാം മനസ്സിലാക്കുന്ന ആൾക്കാരെ can be liberated from material entanglement ആണ് പറയുന്നത്. So this material world is a temporary manifestation of one of the energies of the Lord. അപ്പൊ ഇതെന്താണെന്ന് മനസ്സിലാക്കേണ്ടത്, ഈ ഭൗതിക ലോകം ഭഗവാന്റെ തന്നെ ഒരു ശക്തിയുടെ മാനിഫെസ്റ്റേഷൻ, ശക്തിയുടെ എക്സിബിഷനാണ്. പക്ഷെ ഇതെന്താണ് വളരെ പ്രധാനപ്പെട്ട അണ്ടർലൈൻ ചെയ്യേണ്ട കാര്യം, ഇസ് ടെമ്പററി അല്ലെ. ഇതാണ് അണ്ടർലൈൻ ചെയ്യേണ്ടത് അല്ലേ. ടെമ്പററി ഹൈലൈറ്റ് ചെയ്യുന്നത്, ദിസ് മെറ്റീരിയൽ വേൾഡ് ഈസ് ടെമ്പററി. അത് വന്നും പോയി കൊണ്ടിരിക്കും, ശാശ്വതമല്ല. പ്രകടമാവും അപ്രകടമാവും, പ്രത്യക്ഷമാവും അപ്രത്യക്ഷമാവും. മഹാവിഷ്ണു എക്സേൽ ചെയ്യുമ്പോൾ, ശ്വാസം വിടുന്ന സമയത്ത് ഇതെല്ലാം പ്രകടമാവും. ഇൻഹേൽ ചെയ്യുമ്പോൾ, ശ്വാസം തിരിച്ച് വലിക്കുന്ന സമയത്ത് അതെല്ലാം അപ്രകടമാവും. സോ ഓൾ ദ ആക്ടിവിറ്റീസ് ഓഫ് ദ മെറ്റീരിയൽ വേൾഡ് ആർ ഡയറക്റ്റഡ് ബൈ ദീസ് 3 വിഷ്ണു എക്സ്പാൻഷൻ ലോർഡ് കൃഷ്ണ. അതുകൊണ്ടാണ് പല ആൾക്കാർക്കും തെറ്റിദ്ധാരണ, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി എവിടുന്ന് വരുന്നു? വിഷ്ണു. അപ്പൊ ആരാണ് സുപ്രീം ചോദിച്ചാൽ വിഷ്ണു. ഇതാണ് ഒരു കോമൺ ആയിട്ടുള്ള ഒരു തെറ്റിദ്ധാരണ. നമുക്കറിയാം ആരാണ് ഇതിന്റെ സ്രഷ്ടാവ്, ആരാണ് ക്രിയേഷൻ? വിഷ്ണു. അപ്പൊ എല്ലാവരും എന്താ പറയുക ചുരുക്കത്തില്, ക്രിയേറ്റർ വിഷ്ണു ആണ്, ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ വിഷ്ണു ആണ്. അപ്പൊ സുപ്രീം ആരാണ്? വിഷ്ണു. ആ വിഷ്ണുവിന് ഒരു സോഴ്സ് ഉണ്ട് എന്നുള്ളത് ഈ ഭഗവത്ഗീതയും ഒക്കെ വായിച്ചാലേ നമുക്ക് മനസ്സിലാവും. അതുവരെ നമ്മളുടെ ഒരു ജനറൽ ഒരു ടെൻഡൻസിയാണ്, നമ്മളുടെ ഒരു ലോജിക്ക്, നമ്മളുടെ ബുദ്ധി ഉപയോഗിച്ചാൽ നമ്മൾ പറയുന്നത് വിഷ്ണു ആണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്, വിഷ്ണു എന്നാണ് ഈ എല്ലാ യൂണിവേഴ്സസും വരുന്നത്, പിന്നെ വിഷ്ണു ആണ് എല്ലാ ജീവജാലങ്ങളും അതിലേക്ക് ഇംപ്രഗ്നേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആരാണ്? തീർച്ചയായിട്ടും വിഷ്ണു. പക്ഷെ ആ വിഷ്ണു ഭഗവാൻ കൃഷ്ണന്റെ പ്ലനറി എക്സ്പാൻഷൻ ആണെന്നുള്ള കാര്യം നമുക്ക് ഭാഗവതം വായിക്കുമ്പോഴേ മനസ്സിലാവും. അതും എല്ലാ ഭഗവത്ഗീതയും എല്ലാ ഭാഗവതം വായിക്കുമ്പോൾ മനസ്സിലാവില്ല. പ്രഭുപാദ എഴുതിയിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. അതിൽ മാത്രമേ ക്ലാരിറ്റിയോട് കൂടി കൊടുത്തുള്ളൂ. മറ്റൊന്നും ഇത്ര ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടില്ല. അതായത് വിഷ്ണുവിന്റെ സോഴ്സ് കൃഷ്ണനാണെന്നോ ഒന്നും കൊടുത്തില്ല. ഇതിപ്പോ പ്രഭുപാദര ഒരു മേഴ്സി, നമ്മളുടെ ഒരു ഭാഗ്യം. ഈ അറിവ്, അതായത്
ആസ് ഇറ്റ് ഈസ് കിട്ടാനുള്ള ഒരു ഭാഗ്യം നമുക്ക് കൂടിയുണ്ട്. എന്തോ സുഹൃതം എവിടെയോ ഏതോ കാലത്ത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട്. മറ്റുള്ളവർക്ക് അറിയില്ല, ഭഗവത്ഗീത മുഴുവൻ അറിയാം, എല്ലാ ശ്ലോകങ്ങളും അറിയാം, പക്ഷെ ഈ വിവരം അവർക്കില്ല. കാരണം പ്രഭുപാദ എല്ലാ ഗ്രന്ഥങ്ങളിൽ നിന്നും, എല്ലാ ഉപനിഷത്തിൽ നിന്നും, അതേപോലെ വേദങ്ങളിൽ നിന്നും, മറ്റുള്ള പുരാണങ്ങളിൽ നിന്നും, ആചാര്യന്മാരുടെ ഇതൊക്കെ പഠിച്ച് മനസ്സിലാക്കി അതിന് വേണ്ടുന്ന കൊട്ടേഷൻ ഇവിടെ തന്ന് നമ്മളെ മനസ്സിലാക്കി തരാനുള്ള ഒരു ഡീറ്റെയിൽ പർപ്പോട്ട്, ഭക്തിവേദാന്ത പർപ്പോട്ട് ഇത് തന്നിട്ടുണ്ട്. മറ്റേ ഭഗവത്ഗീതയിലും ഇത് കാണില്ല, ഇത്രയും ഡീറ്റെയിൽ പർപ്പോട്ടും കൊട്ടേഷൻ കാണില്ല, ഇത്രയും എക്സ്പ്ലനേഷൻ കാണില്ല, ഇത്രയും ഉദാഹരണങ്ങൾ കാണില്ല. അതുകൊണ്ട് നമുക്ക് സാധാരണക്കാർക്ക് അത് വായിച്ചാൽ മനസ്സിലാവും. പക്ഷെ ഇത് വായിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഭഗവത്ഗീത കോപ്പി നമ്മുടെ കയ്യിൽ വരണമെങ്കിൽ സുഹൃതം ചെയ്യണം. എല്ലാവർക്കും സുഹൃതമില്ല. പല ആൾക്കാരുടെ ഭഗവത്ഗീത കോപ്പി വെച്ചിട്ട് അതിൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കിട്ടില്ല നമുക്ക്. അതിന് ഇതുണ്ടാവും, ശ്ലോകം ഉണ്ടാവും, ട്രാൻസ്ലേഷൻ ഉണ്ടാവും. അതൊന്നും എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഇത്രയും കാലമായിട്ട് നമുക്ക് ശ്ലോകം, ട്രാൻസ്ലേഷൻ, പർപ്പോട്ടും വായിച്ചിട്ട് നമ്മുടെ തലയിലും, അറ്റ്ലീസ്റ്റ് എൻ്റെ തലയിലൊന്നും കയറുന്നില്ല. അപ്പോൾ ഈ വളരെ ഷോർട്ടായിട്ടുള്ള ഒരു ട്രാൻസ്ലേഷൻ കൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? അപ്പോൾ നമുക്ക് ആചാര്യന്മാരുടെ കമൻട്രീസ് വേണം, ആചാര്യന്മാരുടെ ബ്ലെസ്സിങ്സ് വേണം, അതേപോലെ നമ്മൾ അവരുടെ പാത പിന്തുടരണം, എന്നാൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതാണ് പ്രഭുപാദ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത് ബോണഫൈഡ് സമ്പ്രദായ. ആര് ബോണഫൈഡ് സമ്പ്രദായത്തിൽ ഇത് ഫോളോ ചെയ്യുന്നു അവർക്ക് ഇത് കിട്ടുള്ളൂ. അല്ലാത്തവർക്ക് നിങ്ങൾ ഇത് ചെയ്താൽ മതി, കുറച്ച് പൈസ എനിക്ക് തരും, ഞാനൊരു മന്ത്രം തരാം, നിങ്ങളുടെ ജീവിത ആ ഒരു കാര്യങ്ങളെല്ലാം സബലീകരിക്കും. ഓക്കെ, നിങ്ങൾക്ക് എന്താ വേണം? ജോലി വേണോ? ഞാനൊരു മന്ത്രം തരാം, ഓക്കെ, എനിക്ക് ദക്ഷിണ തന്നാൽ മതി. ആ മന്ത്രം ചൊല്ല 21 ദിവസം, 40 ദിവസം, അല്ലെങ്കിൽ 2 മാസം, 6 മാസം നിങ്ങളുടെ കാര്യം സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ ശരിക്കും ചെയ്തിട്ടില്ല, വീണ്ടും ചെയ്യാൻ പറയും. അവരെ പൈസ കിട്ടിക്കൊണ്ടേ ഇരിക്കും അല്ലേ? നമ്മൾ ഹോസ്പിറ്റലിൽ പോയാൽ, ജലദോഷത്തിന് പോയാൽ, ഇപ്പം ഇന്നത്തെ കാലത്ത് എല്ലാ ലാബ് ടെസ്റ്റും ചെയ്യും. എന്നിട്ട് അവസാനം പറയും സാധാ ജലദോഷമാണ്, കുഴപ്പമൊന്നുമില്ല, മാറിക്കോളും പറയും. 7 ദിവസം കഴിഞ്ഞാൽ മാറും. അപ്പം മരുന്ന് കഴിച്ചാലും മരുന്ന് കഴിച്ചില്ലെങ്കിൽ 7 ദിവസം കഴിഞ്ഞാൽ ജലദോഷം മാറും. പക്ഷേ അവർ പൈസ ഉണ്ടാക്കി. എല്ലാ ടെസ്റ്റും, എക്സ്റേ എടുത്തു, ബ്ലഡ് ടെസ്റ്റ് എടുത്തു, യൂറിൻ ടെസ്റ്റ് എടുത്തു, ആ ടെസ്റ്റ് എടുത്തു, ഈ ടെസ്റ്റ് എടുത്തു, സിമ്പിൾ ഒരു ജലദോഷം. അതേപോലെയാണ്. അപ്പോൾ ഇത് മോണഫൈഡ് സമ്പ്രദായത്തിൽ വന്നാൽ മാത്രമാണ് നമുക്ക് ഇതിൻ്റെതായിട്ടുള്ള ആ ശരിക്കുള്ള ഒരു നോളേജ് കിട്ടുള്ളൂ. എല്ലാവരും തെറ്റാന്നല്ല പറയുന്നത്, അതിൽ ഇൻകംപ്ലീറ്റ് ആണ്, മിക്കതും ഇൻകംപ്ലീറ്റ് ആണ്. ശരിക്കുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടില്ല. കാരണം അത് ഒരു ജസ്റ്റ് ട്രാൻസ്ലേഷൻ ഉണ്ടായിരിക്കുള്ളൂ. അതൊന്നും നമ്മൾ ഗ്രഹിച്ചെടുക്കാനുള്ള ബുദ്ധി, യുക്തി ഒന്നും നമുക്കില്ല, ഇന്റലിജൻസ് നമുക്കില്ല. അപ്പോൾ അത്രയും ഈവൻ കുട്ടികൾക്ക് സ്പൂൺ ഫീഡ് ചെയ്യുന്നില്ലേ, അതേപോലെ തന്നിട്ട് നമുക്കത് മനസ്സിലാക്കുന്നില്ല. വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ പുതിയ പുതിയ അർത്ഥങ്ങൾ, പുതിയ പുതിയ റിയലൈസേഷൻ നമുക്ക് കിട്ടുന്നു അല്ലേ? എത്ര കാലമായിട്ട് നമ്മൾ ഭഗവത്ഗീത വായിക്കുന്നു, പക്ഷെ ഓരോ സമയം വായിക്കുമ്പോഴും പുതിയ പുതിയ അറിവുകൾ, പുതിയ പുതിയ പോയിന്റ്സ് നമുക്ക് കിട്ടുന്നു. അതേപോലെ ഓരോ ഭക്തന്മാരും ക്ലാസ് എടുക്കുന്ന സമയത്ത് അവരുടേതായിട്ടുള്ള പെർസ്പെക്റ്റീവ് അത് മനസ്സിലാക്കി തരുമ്പോൾ അതും നമുക്ക് നമ്മുടെ അറിവിന് എക്സ്പാൻഷൻ. പിന്നെ അത് മാത്രമല്ല, ആ അറിവ് ഉണ്ടായാൽ മാത്രം പോരാ, അത് എങ്ങനെ അത് പ്രാബല്യത്തിൽ കൊണ്ടുവരണം. അപ്പോൾ അറിവുണ്ടായിട്ട് കാര്യമില്ല. പല ആൾക്കാർ ഇപ്പോൾ ഭക്തി ശാസ്ത്രീയ, ഭക്തി വൈഭവ, ഭക്തി വേദാന്ത, അതൊക്കെ ഒരു നോളേജ് മാത്രമല്ല, പക്ഷേ അതിനെ നമ്മൾ എങ്ങനെ പ്രാവർത്തികമാക്കണം, എങ്ങനെ ആ ഒരു നോളേജ് വെച്ച് നമ്മളൊരു ശുദ്ധ ഭക്തനാവണം എന്നാൽ മാത്രമേ കാര്യമുള്ളൂ. അല്ലാണ്ട് അത് വെറും ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ, ഒരു ഡാറ്റാ സെന്റർ മാത്രമേ ഉള്ളൂ അല്ലേ? ഒരു ഡാറ്റാ സെന്റർ ഉള്ളൂ. നമ്മളെ എങ്ങനെ അത് പരിശീലനം ചെയ്തിട്ട് നമ്മളൊരു ശുദ്ധ ഭക്തനായി മാറും, അപ്പോൾ മാത്രമേ ഈ കോഴ്സസിൻ്റെയും മറ്റുള്ള വിദ്യകളുടെയും ആ ശരിക്കുള്ള ഉപയോഗം വരുന്നുള്ളൂ. അല്ലാണ്ട് കാര്യമില്ല. അപ്പം ഈ നമ്മൾ ഭക്തിശാസ്ത്രം എടുക്കുന്നതും ഭക്തി വൈഭവം എടുക്കുന്നതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നതും എല്ലാം അവനവൻ്റെ പ്യൂരിഫിക്കേഷൻ വേണ്ടിയിട്ടാണ്. ഒരു ശുദ്ധ ഭക്തനായി, അവർ ഭക്തനായിട്ട് തീർന്നിട്ടില്ലെങ്കിൽ ഇതെല്ലാം വെറും എന്തായി? ഡെക്കറേഷൻ ഓൺ എ ഡെഡ് ബോഡി. ഒരു മരിച്ച ശരീരത്തിൽ നമ്മൾ കുറെ ആഭരണങ്ങളൊക്കെ ഇട്ടിട്ട്, പൂമാലിയും അതൊക്കെ സ്വർണ്ണാഭരണങ്ങളൊക്കെ ഡെക്കറേഷൻ ചെയ്താൽ എന്താ വിലയുണ്ടോ? ഒരു വിലയില്ല. സോ ഇറ്റ് ഈസ് മിയർലി എ ഡെക്കറേഷൻ ഓൺ എ ഡെഡ് ബോഡി. അപ്പം നമുക്ക്
ഒരുപാട് വിവരമുണ്ട്, ഓക്കെ, നോളജ് ഉണ്ട്, കുറെ ശ്ലോകങ്ങൾ അറിയാം, എല്ലാം അറിയാം. പക്ഷെ അത് നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ അതിലത്തെ വടികൾ, അതിൽ പഠിപ്പിക്കുന്ന ക്യാരക്ടർ, സ്വഭാവങ്ങള്, ഹാബിറ്റ്സ്, ഇതൊക്കെ നമ്മൾ പ്യൂരിഫൈ ചെയ്തില്ലെങ്കിൽ, ഒരു ഭക്തനായിട്ട് മാറുന്നില്ലെങ്കിൽ, പിന്നെ നമ്മൾ ഇതൊന്നും വായിച്ചൊരു കാര്യമില്ല. അപ്പൊ ഇതിന്റെ മൂല ഉദ്ദേശം എന്താണ്? ഇത് പഠിച്ച് നമ്മൾ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കണം. ഇൻഫോർമേഷൻ അല്ല, ട്രാൻസ്ഫോർമേഷൻ. നല്ല ഭക്തനായിട്ട് മാറണം, അതാണ് ഉദ്ദേശം. അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ആയിട്ട് കാര്യമില്ല, അല്ലേ? അത് നമ്മൾ എക്സ്പീരിയൻസ് ആയിട്ട് മാറ്റണം, നമ്മൾ പ്രാവർത്തികമാക്കണം. അപ്പൊ അങ്ങനെ ഈ നോളേജും ഈ കാര്യങ്ങളെല്ലാം ഒരു ശുദ്ധ ഭക്തനായിട്ട് മാറാൻ വേണ്ടിയിട്ടുള്ള നോളേജാണ്. അല്ലാണ്ട് നമുക്ക് കുറെ നല്ല നോളജിന്റെ കുറെ ശ്ലോകം ബൈഹാർട്ട് അറിയാം, ഓക്കെ, ഏത് ചോദ്യം ചോദിച്ചാലും അതിന് ആൻസർ ഉണ്ട്. അപ്പൊ നമുക്ക് ഒരുപാട് അപ്രീസിയേഷനും അക്വലൈറ്റ്സും ഒക്കെ കിട്ടും. അതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് നമുക്ക് വൈകുണ്ഠത്തിലെ ദ്വാരം തുറക്കുന്നില്ല. നിങ്ങൾക്ക് അവിടെ ഇവിടുന്ന് കഴിഞ്ഞു, ഓക്കെ, നിങ്ങളിൽ ഭക്തിശാസ്ത്രി സർട്ടിഫിക്കറ്റ് ഉണ്ടോ, ഭക്തി വൈഭവ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ, എന്നാൽ നിങ്ങൾക്ക് എൻട്രി ഉണ്ട് ഒരു ഗോലോകത്തിൽ അല്ലെങ്കിൽ വൈകുണ്ഠത്തിൽ. പറയൂ ആരെങ്കിലും. അതല്ല, നിങ്ങൾ ഭക്തനാണോ, ഭക്തിശാസ്ത്രി ഉണ്ടെങ്കിൽ ശരി, വൈഭവം ഉണ്ടെങ്കിൽ ശരി, ശുദ്ധ ഭക്തനാണോ, നിങ്ങൾക്ക് കാമക്രോധ ലോഭ മോഹ മതമാശ്ചര്യങ്ങളൊന്നും ഇല്ലല്ലോ. അതാണ് അവിടെ ടെസ്റ്റ്. അല്ലാതെ വേറെ സ്കൂൾ സർട്ടിഫിക്കറ്റും കോളേജ് സർട്ടിഫിക്കറ്റും യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് അല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള അനർത്ഥങ്ങളെ എല്ലാം മാറ്റിയിട്ട് ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായും നമുക്ക് അവിടെ വൈകുണ്ഠത്തിൽ അല്ലെങ്കിൽ ഗോളഗുണതാവത്തിലെ ഡോർ ഓപ്പൺ ചെയ്യും. നമുക്ക് എന്തറിയും എന്നല്ല, എന്ത് നമ്മൾ ചെയ്യുന്നു. പ്രഭുപാദ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു പർപ്പോട്ടിൽ പറയുന്നുണ്ട്, ഡിവോഷണൽ പ്രോഗ്രസ് ഡിപ്പെൻഡ്സ് ഓൺ ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ പ്രാക്ടീഷണർ. നമ്മളുടെ ഭക്തിത സേവനത്തിലെ ആ അഡ്വാൻസ്മെന്റ്, പ്രോഗ്രസ് എന്തിനെ ആശ്രയിച്ചിരിക്കും? ആ പ്രാക്ടീഷണറുടെ, ആ ഭക്തന്റെ ആറ്റിറ്റ്യൂഡിനനുസരിച്ചിരിക്കും. നമുക്ക് 2 ശ്ലോകം അറിയാം, തലക്കനം കൂടിയാൽ, ഹ്യൂമിലിറ്റി ഇല്ലെങ്കിൽ, സറണ്ടറൻസ് ഇല്ലെങ്കിൽ, പിന്നെന്താ നോളജ് കൊണ്ട് കാര്യം? 700 ശ്ലോകങ്ങൾ നിങ്ങൾ ബൈഹാർട്ട് പഠിച്ചോളൂ, നിങ്ങളൊരു ഭക്തനായിട്ടില്ലെങ്കിൽ അത് വെറും വ്യർത്ഥമാണ്, അല്ലേ? 700 ശ്ലോകം ഞാൻ കാണാണ്ട് പഠിച്ചു. എല്ലാവരും പറയാണ് എനിക്ക് 700 ശ്ലോകം എല്ലാവരോടും. പക്ഷേ എൻ്റെ ആത്മാവിന്, എൻ്റെ ഹൃദയത്തിന് യാതൊരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നില്ല. ഞാനൊരു ഭക്തനാവുന്നില്ല. എനിക്ക് ഹ്യൂമിനിറ്റി ഇല്ല, എനിക്ക് സറണ്ടറൻസ് ഇല്ല, എനിക്ക് ടോളറൻസ് ഇല്ല, എനിക്ക് ക്ലെൻലിനെസ് ഇല്ല, ഓക്കെ, എനിക്ക് ഫോർബെയറൻസ് ഇല്ല. എന്നിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് അപ്പോൾ നോട്ട് ഇൻഫർമേഷൻ, ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ ഇൻഫർമേഷൻ എങ്ങനെയാണ്? ഇറ്റ് ഈസ് ടു ദ ബ്രെയിൻ, സ്റ്റോർ ചെയ്യുന്ന അവിടെ. ട്രാൻസ്ഫോർമേഷൻ എങ്ങനെ സംഭവിക്കുന്നത്? ഹൃദയത്തിലേക്ക് കിടക്കണം. ഒരാളുടെ ഒരു പ്യൂരിറ്റി, ഒരു ശുദ്ധ ഭക്തന്റെ ഒരു സംസർഗം, ഒരു അസോസിയേഷൻ നമുക്ക് കിട്ടുകയാണെങ്കിൽ അവരുടെ ക്വാളിറ്റീസ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം നമുക്ക് കിട്ടും. അവരോട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ, ഒരു മദ്യപാനിയായിട്ടാണ് ഞാൻ അസോസിയേഷൻ ചെയ്യുന്നത് വെച്ചാൽ, ആ മദ്യപാനിയുടെ ആ ശീലം എനിക്ക് പതുക്കെ എന്നിൽ വന്നു ചേരും. അതേപോലെ തന്നെ നല്ലൊരു ഭക്തനായിട്ടാണ് ഞാൻ സംസർഗം ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഭക്തന്റെ ക്വാളിറ്റീസ് എനിക്ക് പതുക്കെ കിട്ടും. അതുകൊണ്ടാണ് ആരായിട്ട് സംസർഗം ചെയ്യണം എന്ന് പറയുന്നത്? സത്സംഗം, ഭക്തന്മാരായിട്ട് പറയുന്നില്ലേ? എ പേഴ്സൺ ഈസ് നോൺ ബൈ ദ കമ്പനി ഹീസ് മേക്കിംഗ് ഒരു ഫ്രണ്ട്ഷിപ്പ്. നമ്മുടെ ആരായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്, അവരുടെ ഇന്ന ആളുടെ ഫ്രണ്ടാണ്, നല്ല വ്യക്തിയാണ്, അപ്പൊ ഇയാൾ നല്ല വ്യക്തിയായിരിക്കും. അയാളുടെ കൂട്ടുകെട്ട് ഇങ്ങനെയാണ്, മദ്യം കഴിക്കുന്നുണ്ട്, സിഗരറ്റ് വലിക്കുന്നുണ്ട്, അങ്ങനത്തെ ആൾക്കാരെ കൂട്ടുകയാണ്, തീർച്ചയായിട്ടും ഇയാൾക്കും ആ സ്വഭാവം ഉണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ആരായിട്ടാണോ, നമ്മൾ കമ്പനി ആരായിട്ടാണോ വെക്കുന്നത്, അവരുടെ സ്വഭാവം നമ്മൾ നോക്കും. എൻ്റെ കൂട്ടുകെട്ട് തന്നെ ആളാണ്, നല്ല ആളാണ്, വിശ്വസിക്കാൻ കൊല്ലം. അപ്പോൾ ഇയാളെ പറ്റിയും അതേപോലെ ആയിരിക്കും. ചീത്ത കൂട്ടുകെട്ടാണെങ്കിൽ എന്താ പറയാ, വിശ്വസിക്കാൻ പറ്റില്ല, കാരണം ചില കൂട്ടുകെട്ട് എങ്ങനെയാണ്. അപ്പൊ നമ്മള് സത്സംഗം ചെയ്യണം. അപ്പൊ അവരുടെ നല്ല ക്വാളിറ്റീസ് നമുക്ക് പതുക്കെ പ്രഭാത ഉദാഹരണം പറയുന്നത്,
ഒരു ഇരുമ്പ് കഷ്ണം അത് തീയിലിട്ടാൽ, കുറേ നേരം തീയിലിട്ടാൽ ആ ഇരുമ്പ് കഷ്ണം തീയിന്റെ അഗ്നിയുടെ ക്വാളിറ്റി കിട്ടും അല്ലേ? അതും എപ്പോഴും ചൂടായിരിക്കും. അതേപോലെ തന്നെ നമ്മളും ഭക്തന്മാരുടെ സംഘത്തിലെ എപ്പോഴും നിൽക്കുകയാണെങ്കിൽ അവരുടെ ആ ഒരു നല്ല ക്വാളിറ്റി, നല്ല ക്യാരക്ടർ, നല്ല ശീലങ്ങൾ നമുക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് കിട്ടും. അപ്പോൾ ചുരുക്കത്തിൽ ഇവിടെ 3 പുരുഷാവതാരസിനെ പറ്റി പറയുന്നത് 3 പുരുഷാവതാരന്മാരും ഈ ഭൗതിക ലോകത്തിന്റെ ക്രിയേഷൻ നടത്തുന്ന ആൾക്കാരാണ്. അപ്പോൾ ഭഗവാന്റെ ആ വിഷ്ണുവിന്റെ ആ 3 വിഷ്ണുമാരുടെയും സോഴ്സ് ആണ് കൃഷ്ണൻ. ഏതേ ചാംശ കലാപുംസ കൃഷ്ണാസ്തു ഭഗവാൻ സേ. ഓക്കെ, മറ്റതൊക്കെ കലാപുംസ, പോർഷൻ ഓഫ് ദ പോർഷൻ. പക്ഷെ സ്വയം ഭഗവാൻ ആരാണ്? കൃഷ്ണ. അപ്പൊ ഇത് സാധാരണ ജനങ്ങൾക്ക് അത് ഇങ്ങനത്തെ നല്ല ഒരു പരമ്പരാഗതമായിട്ടുള്ള ആ ഒരു സിസ്റ്റമാറ്റിക് എഡ്യൂക്കേഷൻ ബോണഫൈഡ് സമ്പ്രദായത്തിൽ ഇത് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ അപ്പോൾ ഈ ഒരു പോയിന്റ് നമ്മൾ മിസ് ഔട്ട് ആവും. അപ്പോഴാണ് ആർഗ്യൂ ചെയ്യുന്നത്, അല്ലല്ല വിഷ്ണു എന്നാണ് ഭഗവാൻ കൃഷ്ണൻ വന്നിരിക്കുന്നത്, കൃഷ്ണൻ സുപ്രീം അല്ല, വിഷ്ണു ആണ് സുപ്രീം. രണ്ടും ഒരാളാണ്. ഒരാള് മുണ്ടും മെനിയിട്ട് വീട്ടിലിരിക്കുന്നു, മറ്റേ ആള് സൂട്ടും കൊണ്ടിട്ട് ഞാൻ ഓഫീസിലിരിക്കുന്നു, അത്രേ ഉള്ളൂ. ഒരു നമുക്ക് വഴക്കടിക്കേണ്ട ഒരു പ്രശ്നമില്ല അവിടെ, അല്ലേ? സെയിം ആൾ തന്നെയാണ്. ഒന്ന് കാഷ്വൽ, വളരെ ഇൻഫോർമലായിട്ട്, മറ്റത് ഫോർമലായിട്ട്. ഒന്ന് വീട്ടിൽ ഒരാളുടെ ഒരു പൊസിഷനാണ്, ഒന്ന് ഓഫീസിൽ വരുമ്പോൾ കുറച്ച് എക്സിക്യൂട്ടീവ് ആയിട്ട്, കുറച്ച് ഫോർമലായിട്ട് വരും, അത്രേ ഉള്ളൂ. അപ്പോൾ അതിലിപ്പോൾ വഴക്കടിക്കേണ്ട ഒരു ഇതില്ല. വിഷ്ണുക്ക് വിഷ്ണു ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ ശരിക്കുള്ള ഹയറാർക്കി നോക്കുമ്പോൾ, ആ തത്വം നോക്കുമ്പോൾ നമുക്കറിയാം ഇതിൻ്റെ എല്ലാം സോഴ്സ് കൃഷ്ണനാണ്. ഈശ്വര പരമാകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാദി ഗോവിന്ദ സർവകാരണകാരി. ബ്രഹ്മാവിന് ഈ നോളജ് കൊടുത്തിരിക്കുന്ന ആരാണ്? ഗർഭോദസായ വിഷ്ണു, അല്ലേ? അപ്പോൾ ആ ഗർഭോദസായ വിഷ്ണുവിൻ്റെയും സോഴ്സ് ആരാണെന്ന് ബ്രഹ്മാവിന് മനസ്സിലായി. അല്ലെങ്കിൽ ബ്രഹ്മാവിൻ്റെ പിതാവായിട്ടുള്ള ഗർഭോദസായ വിഷ്ണുവിനെ പറയാമായിരുന്നു ബ്രഹ്മാവ് പറയുമ്പോൾ, അല്ലേ? ഈശ്വര പരമ ഗർഭോദകസായ വിഷ്ണു എന്നല്ല പറഞ്ഞത്, ഈശ്വര പരമ കൃഷ്ണ. കാരണം ദാറ്റ് ഈസ് എ സോഴ്സ്, ഈസ് എ സോഴ്സ്. ആ വിഷ്ണുവിൻ്റെ, ഗർഭോദസായ വിഷ്ണുവിൻ്റെ സോഴ്സ് കൃഷ്ണനാണെന്ന് വളരെ നല്ല ഉറപ്പ് വെച്ചിട്ടാണ് ശ്ലോകം പറഞ്ഞത്. അല്ലെങ്കിൽ ഈശ്വര പരമ വിഷ്ണു എന്ന് പറയായിരുന്നു, അതും പറഞ്ഞില്ലേ. വളരെ ക്ലാരിറ്റിയോടുകൂടിയാണ് ബ്രഹ്മാവിന് ആ മെഡിറ്റേഷനിൽ ഇതെല്ലാം കാണിച്ചു കൊടുത്തു. സോഴ്സ് എന്താണ്, വിഷ്ണു ആരാണ്, ഗോലകവൃന്ദവൻ ആരാണ്, എന്താണ്, ഇതെല്ലാം ആ ധ്യാനത്തിലൂടെ എല്ലാം കാണിച്ചു കൊടുത്തപ്പോഴാണ് ബ്രഹ്മാവിന് ഈ അറിവുണ്ടായത്. അപ്പൊ അതുകൊണ്ടാണ് ഈശ്വര പരമ കൃഷ്ണ എന്ന് തന്നെ പറഞ്ഞത്. അവിടെ വിഷ്ണു എന്ന് പറഞ്ഞില്ല. അല്ലെങ്കിൽ വിഷ്ണു ആണ്, ശരിക്കും വിഷ്ണു ആണെങ്കിൽ ഒറിജിനൽ തീർച്ചയായും വിഷ്ണു പറയായിരുന്നു, പറഞ്ഞില്ല. ആ വിഷ്ണുവിന്റെ സോഴ്സ് ആണ് കൃഷ്ണൻ. അതുകൊണ്ട് ഈശ്വര പരം ഈശ്വരൻ കൃഷ്ണനാണെന്ന് അവിടെ പറഞ്ഞത്. അപ്പൊ ഈ തെറ്റിദ്ധാരണ നമ്മളുടെ സാധാരണ എല്ലാവരുടെ ഇടയിലുണ്ട്. അപ്പോ generally one who does not know the science of God, Krishna, assumes that this material world is for the enjoyment of living entities and that the living entities are the Purushas. അപ്പോൾ നമ്മളുടെ ഒരു തെറ്റിദ്ധാരണ ഈ ഭൗതിക ലോകം നമുക്ക് ആസ്വദിക്കാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആര് ആസ്വദിക്കുന്നുവോ അവരെ പുരുഷ എന്ന് പറയും. പുരുഷ പറഞ്ഞാൽ എൻജോയർ, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ശരിക്കുള്ള പുരുഷൻ ആരാണ്? ഭഗവാൻ കൃഷ്ണൻ. He is the only enjoyer. We are enjoyed. He is the object, we are the subject. അല്ലേ? He is the only enjoyer, we are being enjoyed. പക്ഷെ നമ്മൾ എന്ത് വിചാരിക്കുന്നു? I am enjoying. അപ്പൊ അതുകൊണ്ട് ആ പുരുഷഭാവം നമ്മളും ആഗ്രഹിക്കുന്നു. എങ്ങനെ ഭഗവാൻ കൃഷ്ണൻ എൻജോയ് ചെയ്യുന്നു, അതേപോലെ ഞാനും എൻജോയ് ചെയ്യണം, ആസ്വദിക്കണം എന്നുള്ള ഭാവം നമുക്ക് കിട്ടുന്നു. അതുകൊണ്ട് നമ്മളെ എന്താ പറയുന്നു? എൻജോയ് എന്ന് പറഞ്ഞാൽ പുരുഷ, അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ ലിവിങ് എൻറ്റിറ്റീസ് ആർ ദ പുരുഷാസ് ആൻഡ് ദാറ്റ് ദ ലിവിങ്, അതായത് ഇവിടെ കൃഷ്ണ assumes that this material world is for the enjoyment of the living entities and that the living entities are the purushas, the causes, controllers, enjoyers of the material energy. പക്ഷെ ഇൻഫാക്റ്റ് അല്ല, നമ്മളുടെ ഒരു തെറ്റിദ്ധാരണ. നമ്മൾ കോസും അല്ല, പുരുഷനുമല്ല,
കൺട്രോളറും അല്ല, എൻജോയറും അല്ല, മെറ്റീരിയലിസം. ഇതെല്ലാം ഭഗവാന്റെ എനർജിയാണ്. ഭഗവാനാണ് അൾട്ടിമേറ്റ് പുരുഷൻ. ഈസ് ദ സുപ്രീം പുരുഷൻ, ഈസ് ദ സുപ്രീം എൻജോയർ. ഭോക്താറാം യജ്ഞ തപസാം സർവലോക മഹേശ്വരം സുഹൃതം സർവഭൂതാനാം ജ്ഞാത്വാമാം ശാന്തിരിച്ചത്. ഭോക്താറാം യജ്ഞ തപസാം, എല്ലാ യജ്ഞങ്ങളുടെയും തപസ്സുകളുടെയും ഭോക്ത ഞാനാകുന്നു. ആരാ പറയുന്നത്? ഭഗവാൻ. നമുക്ക് പറയാൻ പറ്റും ഈ യജ്ഞം എന്റെ എൻജോയ്മെന്റിനാണ് ഉണ്ടാക്കി ചെയ്യുന്നത്. ഈ തപസ്സെല്ലാം എന്റെ എൻജോയ്മെന്റ്. നമ്മൾ അങ്ങനെ തെറ്റിദ്ധരിക്കുന്നു, ഇത് എന്റെ എൻജോയ്മെന്റ്. കാരണം വെച്ചാൽ ഈ യജ്ഞങ്ങൾ ചെയ്താൽ എനിക്ക് മഴ കിട്ടും, എനിക്ക് ധാന്യങ്ങൾ കിട്ടും, എനിക്ക് പച്ചക്കറി കിട്ടും, എനിക്ക് ഫ്രൂട്ട്സ് കിട്ടും, എനിക്ക് നന്നായിട്ട് കഴിക്കാം. അതാണ് നമ്മുടെ വിചാരം. പക്ഷെ ഇത് അങ്ങനെയല്ല. ഈ യജ്ഞം ചെയ്യുന്നത് ഭഗവാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഭഗവാനെ പ്രീതിപ്പെടുത്താൽ ഭഗവാൻ നമുക്ക് വേണ്ടുന്ന ഈ ഭൗതിക ലോകത്തിലെ സർവൈവലിന് എന്തെല്ലാം ആവശ്യമുണ്ടോ അത് തരുന്നു. അത് നമ്മുടെ മെയിൻ്റനൻസ് വേണ്ടിയിട്ടാണ്. അപ്പൊ അതാണ് നമ്മുടെ പരമലക്ഷ്യം. അത് തെറ്റാണ്. ഭഗവാനെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ എങ്ങനെ മക്കളുടെ അച്ഛനും അമ്മയും നന്നായിട്ട് സ്നേഹിച്ചാൽ ആ അച്ഛനും അമ്മയും മക്കളെ ചോദിക്കാതെ തന്നെ അവരുടെ ഓരോ ആഗ്രഹങ്ങളും നിറവേറ്റി കൊടുക്കുന്നു. അതേപോലെ നമ്മൾ യജ്ഞത്തിലൂടെ ഭഗവാനെ പ്രീതിപ്പെടുത്തിയാൽ ആ ഭഗവാൻ നമ്മളുടെ മെറ്റീരിയൽ സസ്റ്റനൻസിനും മെയിൻ്റനൻസിനുള്ള എല്ലാ കാര്യങ്ങളും സുലഭമായിട്ട് തരുന്നു. അപ്പൊ നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് ഇതെല്ലാം നമ്മളുടെ എൻജോയ്മെന്റാണ്. യെസ്, നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്, നമ്മൾ ആസ്വദിക്കുന്നുണ്ട്. കാരണം ഭഗവാന്റെ പ്രീതിയാണ് നമുക്ക് എൻജോയ്മെന്റ് ആയിട്ട് വരുന്നത്. ശ്രീമദ് ഭാഗവതം also confirms this. The ingredients of the material manifestation are separated energies of the Lord. Even the Brahma Jyoti, which is the ultimate goal of the impersonalist, is a spiritual energy manifested in the spiritual sky. ഇപ്പൊ നമ്മൾ ബ്രഹ്മജ്യോതി പറയുന്നുണ്ട്, ഇമ്പേഴ്സണലിസം. ഓക്കെ, എല്ലാ മായാവാദികളും അവിടെ ചെന്ന് ലയിക്കാണ്, അവിടെ ആ ഡൊമൈനിലേക്ക് പോകാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. അപ്പൊ അതും കൂടി ഭഗവാന്റെ ഒരു സ്പിരിച്വൽ എനർജി മാത്രമാവുന്നു. The Paramatma manifestation is also a temporary, all-pervasive aspect of the Sai Vishnu. പരമാത്മാവും ഒരു പാർഷ്യൽ സ്പിരിച്വൽ റെപ്രസെന്റേഷൻ. The Paramatma manifestation is not eternal in the spiritual world. ഉണ്ടോ? പരമാത്മാവിന്റെ ആ ഒരു ആസ്പെക്ട് സ്പിരിച്വൽ വേൾഡിൽ ഇവിടെ ഉണ്ട്. കാരണം നമ്മളുടെ കാര്യങ്ങളെ രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പരമാത്മാവിന് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. എന്താണ് ആ രണ്ട് കാര്യങ്ങള്? അപ്പൊ ഇത് അതുകൊണ്ട് ഭൗതിക ലോകത്തില് പരമാത്മാവുണ്ട്, ആധ്യാത്മിക ലോകത്തില് പരമാത്മാവിന്റെ ആസ്പെക്ട് ഇല്ല, ഭഗവാന്. The absolute truth is the supreme personality of God. He is the complete energetic person and he possesses different separated and internal energies. Separated external, മറ്റത് internal. അപ്പോൾ external energy and internal energy. In the material energy, the principal manifestations are 8 as above mentioned. Out of these, the first 5 manifestations, namely earth, water, fire, air, ether, or sky, are called the 5 gigantic creations or the gross creations. Okay, നമ്മൾ explain ചെയ്തു. Within which the 5 sense objects are included. അപ്പോൾ സെൻസ് ഒബ്ജക്ട്സ്, അപ്പൊ ഇതില് ഈ 5 പഞ്ചമഹാഭൂതങ്ങളില് 5 സെൻസ് ഒബ്ജക്ട്സും കൂടിയുണ്ട്. They are the manifestations of physical, sound, touch, form, taste and smell. അപ്പോൾ ആദ്യം സ്കൈയിൽ എന്തുണ്ട്? സൗണ്ട് ഉണ്ട് അല്ലേ? പിന്നെ എയറില് ടച്ച് ഉണ്ട്, ഫയറിൽ ഫോം ഉണ്ട്, പിന്നെ വാട്ടറിൽ ടേസ്റ്റ് ഉണ്ട്, ഭൂമിയിൽ സ്മെല്ലുണ്ട്. ഇതൊക്കെ കറസ്പോണ്ടിങ്. അപ്പോൾ ഓരോന്നും നമ്മള് താഴേക്ക് വരുമ്പോൾ, മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ, ഓക്കെ, അതിപ്പോ നമ്മളിപ്പോ എർത്ത്, വാട്ടർ, ഫയർ, എയർ, ഈഥർ അല്ലേ, അന്ന് താഴേക്ക് വരിക. അപ്പൊ എന്തായി? ഓരോ എലിമെന്റിലും അതിന്റെ മുകളിലത്തെ എലിമെന്റ് കൂടും. അതുകൊണ്ട് അങ്ങനെ വരുമ്പോ എർത്തില് ഇതെല്ലാ എലിമെന്റ്സ് ഉണ്ടാവും. എന്ത്? എർത്തില് വാട്ടർ, ഫയർ, എയർ, സ്കൈ എല്ലാം ഉണ്ട്. അതായത് സൗണ്ട്, ടച്ച്, ഫോം, ടേസ്റ്റ്, സ്മെൽ ഇതെല്ലാം ഉണ്ട്.
അതിന് മുകളിൽ പോകുമ്പോൾ ആ സ്മെല്ല് ഉണ്ടാവും, ഉണ്ടായിരിക്കില്ല. നെക്സ്റ്റ് ഇതിൽ ഇടത്തുനിന്ന് മുകളിക്കുമ്പോൾ വാട്ടറിൽ ഉണ്ടായിരിക്കില്ല, സ്മെല്ല് ഉണ്ടായിരിക്കില്ല, ബാക്കിയെല്ലാം ഉണ്ടായിരിക്കും. അതിൽ മീതെ ഫയർ, സ്മെല്ലും പിന്നെ എന്താ അല്ല സ്മെല്ലും ടേസ്റ്റും, സോറി കേട്ടോ, സ്മെല്ലും ടേസ്റ്റും ഉണ്ടായിരിക്കില്ല. പിന്നെ ഫോം മാത്രം, അതിൽ ഫോം, ടച്ച്, സൗണ്ട് ഉണ്ടായിരിക്കും. അങ്ങനെ ഓരോ മുകളിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ താഴേക്ക് പോകുമ്പോൾ ഓരോരോ ആ സെൻസ് ഒബ്ജക്ട്സ് കുറയും കൂടും ചെയ്യും. ക്ലിയർ ആയോ? പറഞ്ഞു മനസ്സിലായോ? ഭൂമിയിലാണെങ്കിൽ ഇതെല്ലാം ഉണ്ടാവും അല്ലെ? ഭൂമിയിൽ ഇതെല്ലാം ഉണ്ടാവും, അഞ്ചുണ്ടാവും. അതായത് ഇതാണ് ഈ അഞ്ചെണ്ണം, ഇതാണ് ഇതില്ല ഇവിടെ. സൗണ്ട്, ടച്ച്, ഫോം, ടേസ്റ്റ്, സ്മെല്ല്, ഇതൊക്കെ സെൻസ് ഒബ്ജക്ട്സ് ആണ്. അപ്പോൾ ഭൂമിയിൽ ഇത് അഞ്ചിലുണ്ടാവും. ഓരോന്ന് മുകളിൽ ഭൂമിയിൽ നിന്ന് ആപ്പോ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ടർ. ആ വാട്ടറിൽ എന്തുണ്ടായിരിക്കില്ല? സ്മെല്ല് ആ ഉണ്ടായിരിക്കില്ല, സ്മെല്ല് അതെ. ഉണ്ടാവില്ല. ആ അങ്ങോട്ട് മുകളിലേക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല, പിന്നെ ഫോം ഉണ്ടാവില്ല, പിന്നെ അങ്ങനെ ഓരോന്നും കുറഞ്ഞു താഴേക്ക് വരുമ്പോൾ ഓരോന്നും കൂടി വരും. നമ്മൾ രണ്ട് ഡയറക്ഷനിൽ ഞാൻ കാണിച്ചു തരാണ്. അപ്പോൾ ഭൂമിയിലെല്ലാം ഉണ്ടാവും. ഇവിടെ സ്കൈയിൽ എന്താണ്? സൗണ്ട് മാത്രമേ ഉള്ളൂ അല്ലേ? സ്കൈയിൽ എന്താണ്? എയറിൽ എന്താണ്? സൗണ്ടും ടച്ചും ഉണ്ട്. ഫയറിൽ സൗണ്ട്, ടച്ച്, ഫോം ഉണ്ട്. വാട്ടറിൽ സൗണ്ട്, ടച്ച്, ഫോം, ടേസ്റ്റ്. ഭൂമിയിലെ സൗണ്ട്, ടച്ച്, ഫോം, ടേസ്റ്റ്, സ്മെല്ല്. അപ്പൊ മനസ്സിലായോ? ഇതാണ് പറയുന്നത്. സോ മെറ്റീരിയൽ സയൻസ് കംപ്രൈസസ് these 10 items and nothing more. But the other 3 items, namely mind, intelligence, and false ego, are neglected by the materialist. എന്താണ് 10 items? പഞ്ചമഹാഭൂതങ്ങള്, പിന്നെ 5 സെൻസ് ഒബ്ജക്ട്സ്. അത് തന്നെയാണ് നമ്മളുടെ ശരീരത്തിനും കിട്ടിയിരിക്കുന്നത്. 5 ജ്ഞാനേന്ദ്രിയങ്ങള്, ഓക്കെ, പിന്നെ ഈ വിഷയങ്ങൾ, ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ കറസ്പോണ്ടിങ് ആണ്. ആദ്യം പഞ്ചമഹാഭൂതങ്ങൾ പറഞ്ഞു അല്ലെ, പിന്നെ സെൻസ് ഒബ്ജക്ട്സ് പറയുന്നു. എന്തൊക്കെയാണ്? സൗണ്ട്, ടച്ച്, ഫോം, ടേസ്റ്റ് ആൻഡ് സ്മെൽ. അപ്പൊ അതേപോലെ നമ്മുടെ ശരീരത്തിൽ അങ്ങനെയാണ്. ഈ പഞ്ചമഹാഭൂതങ്ങളിലെ എന്താണ്? എർത്ത്, വാട്ടർ, ഫയർ, എയർ, ഇത്. അപ്പൊ അതില് 5 ജ്ഞാനേന്ദ്രിയങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ചെവി, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്. ഇതൊക്കെ സെയിം കറസ്പോണ്ടിങ് സെൻസ് ഒബ്ജക്ട്. അപ്പോൾ കണ്ണിന് എന്താണ് സെൻസ് ഒബ്ജക്ട്? ഫോം. കണ്ടോ? ഫോം കണ്ടോ? കണ്ണിന് എന്താ? ഫോം, കാണാൻ പറ്റും, ഒരു രൂപം അല്ലേ? ചെവിക്ക് കേൾക്കാൻ പറ്റും, അതെന്താണ്? സൗണ്ട് അല്ലേ? ത്വക്കിന് സ്പർശ, ടച്ച്. നാവിന് ടേസ്റ്റ്, നാസിക, മൂക്കിന് സ്മെൽ. എല്ലാം കറസ്പോണ്ടിങ് അല്ലേ? അപ്പോൾ ആ പഞ്ചമഹാഭൂതം, ആ സെൻസ് ഒബ്ജക്റ്റ് നമ്മുടെ ശരീരത്തിലും പഞ്ചേന്ദ്രിയങ്ങളായിട്ടും 5 വിഷയങ്ങളായിട്ടും പരിണമിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇത് 10 അവർ മെറ്റീരിയൽ സയൻസ് കാണുന്നത്. ഈ 10 ഉള്ളൂ. 5 മഹാഭൂതങ്ങൾ, പഞ്ചമഹാഭൂതങ്ങൾ, 5 സെൻസ് ഒബ്ജക്ട്, സൗണ്ട്, ടച്ച്, ഫോം, ടേസ്റ്റ് ആൻഡ് സ്മെൽ. പക്ഷെ അതിലുപരിയായിട്ട് മൈൻഡ്, ഇന്റലിജൻസ് ആൻഡ് ഫാൾസ് ഈഗോ അവർ കാണുന്നില്ല. ആരെ? മെറ്റീരിയൽ സയന്റിസ്റ്റ്. They are neglected by the materialist. Philosophers who deal with material activities are also not perfect in knowledge because they do not know the ultimate source, Krishna. Okay. അപ്പോൾ സയൻസ് ഇതിനെ പറ്റിയിട്ട് മൈൻഡ്, ഇന്റലിജൻസ്, ഫാൾസ് ഈഗോ പറയുന്നില്ല. ഓക്കെ. പിന്നെ ഭഗവാൻ, ഇതിന്റെ സോഴ്സ് അറിയുന്നില്ല. The false ego, I am and it is mine, which constitute the basic principle of material existence, include 10 sense organs for material activities. Intelligence refers to the total material creation called the Mahatattva. അങ്ങനെ നമുക്ക് മഹത്വത്തിലെ 24 എലിമെന്റ്സ് വരുന്നു. മഹത്വത്തെ is the sum total of 24 elements. പഞ്ചമഹാഭൂതങ്ങള്, പഞ്ചേന്ദ്രിയങ്ങള്, പഞ്ചവിഷയങ്ങള്, 5 എന്താ പറയാ, കർമ്മേന്ദ്രിയങ്ങള്. അപ്പൊ എത്രയായി? 4, 20. അല്ലേ? ഇവിടെ പറയുന്നത് therefore
ഫ്രം ദ 8 സെപ്പറേറ്റഡ് എനർജീസ് ഓഫ് ലോർഡ് ആർ മാനിഫെസ്റ്റ് 24 എലിമെന്റ്. അപ്പൊ ഈ പ്രധാനപ്പെട്ട 8 ഭിന്നമായിട്ടുള്ള പ്രകൃതിയിൽ നിന്ന് 24 എലിമെന്റ്സ് വരുന്നു. അതാണ് സാങ്ക്യ ഫിലോസഫി. പിന്നെ ത്രിഗുണങ്ങള്, പിന്നെ ഈ സട്ടിൽ ബോഡി, മൈൻഡ്, ഇന്റലിജൻസ്, ഫോർജ്, അങ്ങനെ 24 എലിമെന്റ്സ് ആണ് ഈ മഹത്വത്വത്തിലുള്ളത്. Therefore, from the 8 separated energies of the Lord are manifest the 24 elements of the material world, which are the subject matter of Sankhya philosophy. Sankhya atheistic philosophy. Okay. അപ്പോൾ സാങ്ക്യ എത്തിസ്റ്റിക് ഫിലോസഫി എന്ന് പറഞ്ഞാൽ കപില ദേവന്റെ ഇതല്ല. കപില ദേവൻ ദേവഹൂതിക്ക് കൊടുത്തല്ല, വേറൊരു കപിലൻ എത്തിസ്റ്റിക് ഉണ്ടായിരുന്നു. അവരുടെ സബ്ജക്ട് മാറ്റർ ഓഫ് സ്റ്റഡി മെറ്റീരിയൽ, അവര് ആത്മാവിലേക്ക്, സ്പിരിറ്റിലേക്ക് പോകുന്നില്ല. ഈ 24 എലിമെന്റ് ആണ് ഈ ഭൗതിക ലോകത്തിന്, ഈ ലോകം മുഴുവൻ, കോസ്മോസ്. ബട്ട് ദേ ആർ ഒറിജിനലി ഓഫ്ഷൂട്ട്സ് ഫ്രം കൃഷ്ണസ് എനർജീസ് ആൻഡ് ആർ സെപ്പറേറ്റഡ് ഫ്രം ഇറ്റ്. ഇതൊക്കെ ഭഗവാന്റെ എനർജിയാണ്, സെപ്പറേറ്റഡ് എനർജിയാണ്. ബട്ട് എത്തിസ്റ്റിക് സാങ്ക്യ ഫിലോസഫേഴ്സ്, അതായത് നിരീശ്വരവാദിയായിട്ടുള്ള, ഈ ഭൗതിക ലോകം ഇങ്ങനെ 3 എലിമെന്റ്സ്, 24 എലിമെന്റ്സ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടാന്ന് തെറ്റായിട്ട് എത്തിസ്റ്റിക് സാങ്ക്യ ഫിലോസഫേഴ്സ് പറയുന്നു. എന്തുകൊണ്ട്? വിത്ത് എ പുവർ ഫണ്ട് ഓഫ് നോളേജ് ഡു നോട്ട് നോ കൃഷ്ണ ആസ് എ കോസ് ഓഫ് പർപ്പസ്. അവർക്ക് ഇതറിയുന്നില്ല, ഇതിന്റെ കോസ്, ഇതിന്റെ എല്ലാത്തിൻ്റെയും കാരണക്കാരൻ ഭഗവാൻ കൃഷ്ണനാണെന്ന് അറിയുന്നില്ല. ഓക്കെ, ഇനിയിപ്പോ ഭഗവാൻ കൃഷ്ണൻ എന്ന് പറയണ്ട. ഓക്കെ, അവർക്ക് അലർജി ഉണ്ടെങ്കിൽ ഗോഡ്. ദർ ഇസ് എ പേഴ്സൺ കോൾഡ് ഗോഡ്. ജനറേറ്റർ, എന്താ ഗോഡിന്റെ ഫുൾ ഫോം? ഓപ്പറേറ്റർ ആൻഡ് ഡിസ്ട്രോയർ അല്ലേ? GOD, ജനറേറ്റർ, ഓപ്പറേറ്റർ ആൻഡ് ഡിസ്ട്രോയർ. ക്രിയേഷൻ, മെയിൻ്റനൻസ് ആൻഡ് ഡിസ്ട്രക്ഷൻ. അങ്ങനെ വിചാരിച്ചോട്ടെ. ചില ആൾക്കാർക്ക് ഇത് ഹിന്ദു ഗോഡാണ് കൃഷ്ണ. ഓക്കെ, മേക്ക് ഇറ്റ് ന്യൂട്രൽ ഗോഡ്. പക്ഷെ പ്രഭുപാദ ഇസ്കോൺ സമയത്ത് ഡിസൈപ്പിൾസ് പറഞ്ഞു ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ഗോഡ് കോൺഷ്യസ്നസ്. കാരണം ഗോഡ് എല്ലാവരും മാനിക്കും, അക്സെപ്റ്റ് ചെയ്യും. കൃഷ്ണ പറയുമ്പോൾ സെക്ടേറിയനായി. നോ, നത്തിങ് ഡൂയിങ്. ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ്. ബിക്കോസ് കൃഷ്ണ എന്നുള്ള വാക്ക് തന്നെ വന്നിരിക്കുന്നത് ആകർഷണ ഇതി കൃഷ്ണ, എല്ലാവരെയും ആകർഷിക്കുന്ന. സോ ഇഫ് അറ്റ് ഓൾ ദർ ഇസ് എ നെയിം ഫോർ ഗോഡ്, ഇറ്റ് ഷുഡ് ബി കൃഷ്ണ. എല്ലാവരെയും ആകർഷിക്കാൻ. അപ്പോൾ ഒരു സെക്ടേറിയൻ അല്ല. ഇറസ്പെക്റ്റീവ് ഓഫ് വിച്ച് റിലിജൻ, വിച്ച് കാസ്റ്റ്, വിച്ച് ക്രീഡ്, വിച്ച് കളർ, കൃഷ്ണ ഈസ് ദ റൈറ്റ് വേർഡ് ഫോർ സുപ്രീം ലോർഡ്. എല്ലാവരെയും ആകർഷിക്കുന്ന. അപ്പൊ അത് ഹിന്ദുക്കളെ മാത്രം ആകർഷിക്കാനൊന്നുമില്ല. Why? He has all the 6 opulences in full. അപ്പോൾ എവിടെ ഓപ്പുലൻസ് ഐശ്വര്യമുണ്ടോ അവരിലേക്ക് എല്ലാവരും ആകർഷിക്കപ്പെടുന്നു. അപ്പോൾ അവിടെ ഹിന്ദുക്കള്, മുസ്ലിങ്ങള്, ക്രിസ്ത്യൻസ്, ബുദ്ധിസ്റ്റ്, സിഖ് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഭഗവാൻ ഒരു പേരുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കൃഷ്ണ. ആൻഡ് സ്ക്രിപ്ചേഴ്സ് ആൾസോ സേസ് സെയിം തിങ്. അതുകൊണ്ട് ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ്, നോട്ട് ഗോഡ് കോൺഷ്യസ്നസ്. So the subject matter for discussion in the Sankhya philosophy is only the manifestation of external energy of Krishna as it is described in the Bhagavad Gita. ഇതാണ് ഈ ശ്ലോകത്തിന്റെ 4ാമത്. ഭൂമിരാപോ നലോ വായു കമ്മനോ ബുദ്ധിരേവച അഹങ്കാര ഇതിയമ്മേ ഭിന്ന പ്രകൃതി അഷ്ടത. ഓക്കെ, ഭഗവാന്റെ ഭിന്ന പ്രകൃതിയാണിത് പറയും. വാങ്ച കൽപതരൂപ്യശ കൃപാ സിന്ധുഭ്യവച पतितानां पावनेभ्यो वैष्णवेभ्यो नमो. अनंत कोटि वैष्णव की जय, श्री प्रभुपाद की जय, गुरु महाराज की जय. हरे कृष्णा. Hare Krishna. Thank you, Prabhuji. हरे कृष्ण.